ഗ്രൂപ്പുകളിലായി. അതേ രൂപത്തിൽ നമുക്ക് വർക്കൗട്ടുകളൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വഖഫിനെ പറ്റിയാണ്. വഖഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിരാമം, അഥവാ ഖുർആനില് സ്റ്റോപ്പ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്, നിർത്തേണ്ട ഭാഗങ്ങളുണ്ട് ഖുർആനില്. അപ്പൊ അവിടെ എങ്ങനെയാണ് നിർത്തേണ്ടത്, എത്ര മദ് നീട്ടി നിർത്തണം എന്നൊക്കെയാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് വഖഫ് അഥവാ വിരാമം, B1 പൂർണ്ണ വിരാമമുണ്ട്, അപൂർണ വിരാമമുണ്ട്. പൂർണ്ണ വിരാമവുമുണ്ട്, അപൂർണ വിരാമം. അപ്പൊ പൂർണ്ണ വിരാമത്തെ കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തതാണ് നമ്മൾ വായിക്കുന്നത് ഫതഹ് തൻവീൻ. ഫതഹ് തൻവീൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വഖഫ് ചെയ്യേണ്ടത്? നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ, ആയത്തിന്റെ അവസാനം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ആയത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്? അതാണ് ഇവിടെ നമ്മൾ അതിന്റെ താരീഫ്, അതിന്റെ ഒരു ഡെഫിനിഷൻ കാണാൻ സാധിക്കും. കെട്ടുള്ള ത അഥവാ നമ്മൾ വട്ടത്തിലുള്ള ത ഉൽ മർബൂത്ത് എന്ന് അറബിൽ പറയും. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാൻ പറ്റും. ആ തായിന കെട്ടുള്ള ത ഒഴികെ ഏതക്ഷരത്തിനും ഫതഹ് തൻവീൻ വരികയാണെങ്കിൽ 2 ഹറക്കത്ത് നീട്ടി നിർത്തണം. അപ്പോൾ കെട്ടുള്ള ത ഒഴിച്ച് ബാക്കി ഏതക്ഷരങ്ങളിലും ഫതഹ് തൻവീൻ വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ 2 ഹറക്കത്ത് നീട്ടി നിർത്തണം. അപ്പോൾ കെട്ടുള്ള താന്റെ വിഷയം ഇൻഷാ അല്ലാ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത് നമുക്ക് ഇൻഷാ അല്ലാ പഠിക്കാം. അപ്പോൾ കെട്ടുള്ള ത ഒഴിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങൾ 28 അക്ഷരങ്ങൾ 29 അക്ഷരങ്ങളിൽ ത ഉൽ മർബൂത്ത വട്ടത്തിലുള്ള ത ഒഴിച്ച് ബാക്കി ഉള്ള അക്ഷരങ്ങളിൽ ഫതഹ് തൻവീൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നിർത്തുമ്പോൾ 2 ഹറക്കത്ത് നമ്മൾ നീട്ടി നിർത്തണം. അപ്പൊ എങ്ങനെയാണ് 2 ഹറക്കത്ത് നീട്ടി നിർത്തുക? അതാണ് നമുക്ക് ഉദാഹരണം കാണാൻ സാധിക്കും. أعوذ بالله من الشيطان الرجيم والعاديات ضبحا. ضبحا അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്, ആയത്തിന്റെ അവസാനമാണ്. അവസാനത്തെ അക്ഷരം ഏതാണ് അതില്? ضبحا എന്നതില് അവസാനത്തെ അക്ഷരം ഏതാ? ഹലോ, അക്ഷരം ഹായാണ്. ഹായിന് എന്ത് വന്നു? ഫതഹു തൻവീൻ വന്നു. അപ്പൊ നമ്മൾ നിർത്തുമ്പോ 2 ഹറക്കത്ത് നീട്ടി നിർത്തണം. വൽആദിയാതി ضبഹ 2 ഹറക്കത്ത്. എന്താണ്? വൽആദിയാതി ضبഹ وخلق منها زوجها وبث منهما رجالا كثيرا ونساء. എന്നാണ് അവിടെ ഹംസയ്ക്ക് ഫതഹു തൻവീൻ വന്നു അല്ലേ? വനിസാ എന്നതിൽ ഹംസയ്ക്ക് ഫതഹു തൻവീൻ വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് നീട്ടി നിർത്തണം. അപ്പൊ വനിസാ അവിടെ സുക്കൂൻ ചെയ്യാൻ പാടില്ല. നിർത്തുമ്പോ വനിസാ 2 ഹറക്കത്ത് എന്ത് ചെയ്യണം? നീട്ടി നിർത്തണം. ഇപ്പൊ നമുക്ക് ഇതിൽ തന്നെ അവസാനത്തെ വഖലഖ മിൻഹാ സൗജഹ എന്ന ആയത്തിൽ അവസാനത്തെ 3 വാക്കുകളിൽ എന്ത് വന്നു? ഫതഹ തൻവീൻ ഉണ്ട്. റിജാലൻ, അതുപോലെ കസീറൻ, വനിസാഅൻ. ഇപ്പൊ നമ്മൾ ഓതുമ്പോ നമുക്ക് ശ്വാസം കിട്ടിയില്ല. ഉദാഹരണം പറ, വഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ. റിജാലിന്റെ അവിടെ നമുക്ക് നിർത്തിയാണ്, നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചു. അഥവാ നമുക്ക് ഖുർആനിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അഥവാ ഖുർആൻ ഓതുമ്പോൾ ശ്വാസം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ശ്വാസം തീരുന്നതിന് മുമ്പേ നമുക്ക് അവിടെ വഖഫ് ചെയ്യാം. എന്നാല് വഖഫിന്റെ അടയാളമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് തൊട്ടു മുമ്പായി നമ്മൾ എടുത്തോതണം. അങ്ങനെയാണുള്ളത്. അപ്പൊ ഇവിടെ റിജാലൻ എന്ന ഭാഗത്ത് നിർത്തുമ്പോൾ എങ്ങനെ ഓതണം? وخلق منها زوجها وبث منهما رجالا 2 ഹറക്കത്ത്. അവിടെ ലാമിന് അവിടെ അവസാനിക്കും. ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ലാമിന് ഫതഹു തൻവീൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? കെട്ടുള്ള താ ഒഴികെ ബാക്കി ഏത് അക്ഷരത്തിന് ഫതഹു തൻവീൻ വന്നാൽ 2 ഹറക്കത്ത് നീട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ റിജാലൻ എന്ന പദം നമുക്ക് ശ്വാസം കിട്ടിയില്ല ഉദ്ദേശിച്ചോ എന്ത് ചെയ്യണം?
അപ്പൊ റിജാലൻ എന്ന ഭാഗത്ത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? റിജാലൻ എന്നുള്ളത് റിജാല, രണ്ട് ഹറക്കത്ത് എന്ത് ചെയ്യണം? നമ്മൾ നീട്ടി നിർത്തണം. ഇനി കസീറൻ എന്ന ഭാഗത്ത് നിർത്തുമ്പോഴോ? റിജാല കസീറ, കസീറൻ എന്നുള്ളത് കസീറ. മനസ്സിലായില്ലേ? ഇപ്പോ ഇത് പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഹലോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പോകാം ഇൻഷാല്ല. സൂറത്തു നബ ആണ് നമ്മൾ കാണുന്നത്. സൂറത്തു നബയിലെ ആദ്യത്തെ പേജാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇതില് യെല്ലോ കളറിൽ വന്ന ഭാഗങ്ങൾ ഇൻഷാല്ല നമുക്കൊന്ന് ഓതി നോക്കാം. വൽ ജിബാല, ഏഴാമത്തെ ആയത്താണ്. വൽ ജിബാല ഔതാദൻ, അവിടെ ദാലിന് എന്ത് വന്നു? കുറച്ച് സൂം ആക്കാം. ദാലിന് ഫതഹു തൻവീൻ വന്നു. അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വൽ ജിബാല ഔതാദ, രണ്ട് ഹറക്കത്ത് ദാലിനെ നീട്ടി നിർത്തുന്നു. ഇനി എട്ടാമത്തെ ആയത്ത് നോക്കിയാലും നമുക്ക് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീൻ കാണാൻ സാധിക്കും. അസ്വാജൻ എന്നുള്ളതാണ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വഖലഖനാകും അസ്വാജ, ജീമിന് അവിടെ ഫതഹ് തൻവീൻ വന്നു. അവസാനത്തെ അക്ഷരമാണ് ഫതഹ് തൻവീൻ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ രണ്ട് ഹറക്കത്ത്, അവിടെ ഫതഹ് തൻവീനിനെ രണ്ട് ഹറക്കത്ത് നീട്ടി ഉച്ചരിക്കണം. അസ്വാജൻ എന്നുള്ളത് അസ്വാ ആണ്. വജഅൽന നൗമക വജഅൽന ലൈല, പത്താമത്തെ ആയത്ത് നോക്കിയാൽ ലിബാസൻ, അവിടെ സീനിന് ഫതഹ് തൻവീൻ വന്നു. അവസാനത്തെ അക്ഷരമാണ് സീന്. അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫതഹ് തൻവീനാണ് ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന. നമ്മൾ എന്താണ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ രണ്ട് ഹറക്കത്ത് നീക്കി നമ്മൾ നിർത്തണം. വജഅൽന ലൈല ലിബാസ. അതേപോലെയാണ് വജഅൽന നഹാറ മആശ, റമആശൻ എന്നുള്ളതാണ്. അവിടെ ഫതഹ് തൻവീൻ മദദ് കൊണ്ട് രണ്ട് ഹറക്കത്ത് നീട്ടണം. അതേപോലെയാണ് 12-ാമത്തെ ആയത്തിൽ സബഅൻ ഷിദാദൻ, ഷിദാദൻ എന്ന ഭാഗത്ത് അവസാനത്തെ അക്ഷരം ദാലാണ്. ദാലിന് ഫതഹ് തൻവീൻ വന്നു. ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ രണ്ട് ഹറക്കത്ത് നമ്മൾ നിർത്തണം. وبنينا فوقكم سبعا شدادا. അതേപോലെയാണ് വഹാജൻ, അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വഹാജ അല്ലെ. വജഅൽന സിറാജൻ വഹാജ. പിന്നെ അതുപോലെയാണ് 14-ാമത്തെ ആയത്തിലും ഇതേ രൂപത്തിലാണ്. സജ്ജാജൻ, ജീമിന് ഫതഹു തൻവീൻ ആണ്. നമ്മൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫതഹ് തൻവീൻ ആയതുകൊണ്ട് തന്നെ രണ്ട് ഹറക്കത്ത് നീട്ടി നിർത്തണം. സജ്ജാജ. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതൻ, ഇതില് യെല്ലോ കളറിലുള്ള ആ ഒരു യെല്ലോയില് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം നബാത്തൻ എന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് എന്ത്? ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നബാത്ത എന്ന് നിർത്തണം. ഇനി ഹബ്ബൻ എന്ന ഭാഗത്ത് നമ്മൾ ഇപ്പോ നേരത്തെ കഴിഞ്ഞ ഒരു എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ ശ്വാസം കിട്ടിയില്ല, നമ്മൾ അവിടെ നിർത്തിയാണ്. അപ്പൊ ഹബ്ബൻ എന്ന ഭാഗത്ത് നമ്മൾ നിർത്തുമ്പോ ലിനുഖ്രിജ ബിഹി ഹബ്ബ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത എന്ന് നമുക്ക് ഓതാം, എടുത്തു ഓതണം. നമ്മൾ വഖഫില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് ശ്വാസം കിട്ടാത്ത മൂലം നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അതിന് മുമ്പ് എന്ത് ചെയ്യണം? എടുത്ത് ഓതേണ്ടതാണ്. അപ്പൊ ഹബ്ബൻ എന്ന ഭാഗത്ത് ഞാൻ പറഞ്ഞതാണ്, അവിടെ തൻവീനാണ്. അപ്പൊ ആയത്തിന്റെ ഇടയിലും നമ്മൾ തൻവീൻ ഫതഹ് തൻവീനിന്റെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിലും ഇതേ നിയമമാണ്. ഇപ്പൊ ആയത്തിന്റെ അവസാനമായത് കൊണ്ട് മാത്രം, അഥവാ ആയത്തിന്റെ അവസാനമാണ് ഇതിന് ഈ നിയമം ബാധകമെന്നല്ല. ആയത്തിനിടയിൽ ഫതഹ് തൻവീനിൽ നമ്മൾ ശ്വാസം കിട്ടാതെയൊക്കെ ആണെങ്കിൽ നമ്മൾ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? ഇതേ രൂപത്തിൽ നിയമം എന്താണ് അവിടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അപ്പൊ ഹബ്ബൻ അവിടെ ഭാഗത്ത് നിർത്തുമ്പോൾ ഹബ്ബ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? വഖഫ് ഇല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ നിർത്തുകയാണെങ്കിൽ എടുത്ത് ഓതേണ്ടതാണ്. ഇനി 16-ാമത്തെ ആയത്ത് വജന്നാത്തിൻ അൽഫാഫൻ, അൽഫാഫൻ അവിടെ തൻവീനാണ്, ഫതഹ് തൻവീനാണ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അൽഫാഫ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 17-ാമത്തെ ആയത്ത് ഒരാൾ ഓതേണ്ടതുണ്ട്. ഫൈസലിക്ക 17-ാമത്തെ ആയത്ത് ഓതുവോ വഖഫ് ചെയ്ത്? ഇന്ന യൗമൽ ഫസ്ലി
സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീന് അത്ര ക്ലിയർ യൗമ അല്ലേ? ഇന്ന യൗമൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന യൗമൽ ഫഅസ്ലി കാന മീഖാതാ. മീഖാത്തൻ എന്നുള്ളതാണ് മീഖാത്ത എന്ന് നമ്മൾ നിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ 18ാമത്തെ ആയത്ത് അബ്ദുറഹീം ഓതണം. 18ാമത്തെ ആയത്ത്. يوم ينفخ في الصور فتأتون أفواجا. വാജൻ എവിടെ തൻവീൻ ഉണ്ട്, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്താണ് രണ്ട് ഹറക്കത്ത്. ഇസ്മായിലിക്ക് അടുത്ത 19ാമത്തെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وفتحت السماء فكانت أبوابا. 20ാമത്തെ. وسيرت الجبال فكانت سرابا. ബറക്കല്ലാഹു ഫീക്കും. റഷീദ് 21ാമത്തെ. إن جهنم كانت مرصادا. ബറക്കല്ലാഹു ഫീക്കും. അത് അന്ന് ഓതു ഷറഫ്. للطاغين مهابا. മാഷാ അല്ലാഹ്. അപ്പൊ ഇത് മനസ്സിലായില്ലേ? അഥവാ ഫതഹു തൻവീൻ ഒഴികെ ബാക്കി ഏത് അക്ഷരങ്ങളിലും ഫതഹു തൻവീം എന്ന. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ 1ാമത്തെ ആയത്തിൽ ദാലിനാണ് ഫതഹു തൻവീം എന്ന, 2ാമത്തിൽ ജീമിന് വന്നു, 10ാമത്തെ ആയത്തിൽ സീനിന് ഫതഹു തൻവീൻ വന്നു, 4ാമത്തെ ഷീനിന് ഫതഹു തൻവീൻ വന്നു. അഥവാ താഉൽ മർബൂത്തയിൽ ഇവിടെ ഫതഹു തൻവീൻ നമ്മൾ കാണുന്നില്ല. അപ്പൊ താഉൽ മർബൂത്ത അല്ലാത്ത ബാക്കി ഫതഹു തൻവീൻ വരികയാണെങ്കിൽ രണ്ട് ഹറക്കത്ത് നമ്മൾ നീട്ടി നിർത്തേണ്ടതാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ആർക്കെങ്കിലും. നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇല്ല. നമുക്ക് അടുത്ത. അപ്പൊ നമ്മൾ ഫതഹു തൻവീനിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. രണ്ട് ഹറക്കത്ത് നീട്ടി നിർത്തണം. ഇനി നമ്മൾ അടുത്ത ചർച്ച ചെയ്യുന്നത് താഉൽ മർബൂത്ത അഥവാ കെട്ടുള്ള ത. അറബിയിൽ മർബൂത്ത് എന്ന് പറയും, കെട്ടപ്പെട്ട എന്ന വാക്കിന് അറബിയിൽ മർബൂത്ത് എന്നാണ് പറയുന്നത്, റബത്ത. അപ്പോ മർബൂത്തായ ത അഥവാ കെട്ടുള്ള ത, കെട്ടുള്ള തായിൽ ഏത് ഹറക്കത്ത് വന്നാലും, ഇനിയിപ്പോ കെട്ടുള്ള തായിൽ ഫതഹ വന്നു, അല്ലെങ്കിൽ കെസർ വന്നാൽ, അല്ലെങ്കിൽ ദമ്മു വന്നാൽ, ഫതഹത്തൈൻ അല്ലെങ്കിൽ കെസറു തൻവീൻ ദമ്മു തൻവീൻ വന്നാൽ, ഏത് ഹറക്കത്ത് വന്നാലും കെട്ടുള്ള തായിൽ നിർത്തുമ്പോൾ അതിനെ ഹ ആക്കി മറിക്കുകയും സുക്കൂൻ കൊടുത്ത് നിർത്തുകയും ചെയ്യണം. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പൊ കെട്ടുള്ള തായില് ഏത് ഹറക്കത്ത് വന്നാലും ശരി, ഏത് ഹറക്കത്ത് എന്ന് പറയുമ്പോൾ ഫതഹ് പെട്ടു, കെസറ് പെട്ടു, ബമ്മു പെട്ടു, ഫതഹു തൻവീൻ വന്നു, കെസറു തൻവീൻ വന്നു, ബമ്മു തൻവീൻ വന്നു, ഏത് ഹറക്കത്ത് വന്നാലും എന്ത് ചെയ്യണം? അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, കെട്ടുള്ള തായിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹ ആക്കി അക്ഷരത്തെ മാറ്റണം. കെട്ടുള്ള തായെ ഹ ആക്കി, ഹ അല്ല ഹ, നമ്മുടെ തൊണ്ടേന്റെ താഴ്ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ് ഹ, ഹംസ ഹ, അവസാനത്തെ അക്ഷരം ഹ. അപ്പോ ആ ഹ ആക്കി എന്ത് ചെയ്യണം? കെട്ടുള്ള തായെ നമ്മൾ മറിക്കണം, മാറ്റി മറിക്കണം, അക്ഷരത്തെ മാറ്റി മറിക്കുന്നത്. അഥവാ താഉൽ മർബൂത്തെ അഥവാ കെട്ടുള്ള തായെ ഹ ആക്കി മാറ്റി മറിക്കുകയും അതിനുശേഷം ആ ഹായ്ക്ക് എന്ത് ചെയ്യണം? സുക്കൂന് കൊടുത്ത് നിർത്തുകയും ചെയ്യണം. ഉദാഹരണം പറഞ്ഞാല് സൂറത്തുൽ ഖാരിഅയിലെ ആദ്യത്തെ 2 ആയത്താണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വന്നിട്ടുള്ളത്. 1ാമത്തെ ആയത്ത് അൽ ഖാരിഅതു അല്ലെ, അൽ ഖാരിഅതു. അവിടെ അവസാനം എന്ത് വന്നു? നമ്മൾ ഇപ്പോ ചർച്ച ചെയ്ത താഉൽ മർബൂത്ത അഥവാ കെട്ടുള്ള തായിലാണ് അവസാനിക്കുന്നത്. അപ്പൊ നമ്മൾ നിർത്തുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഹറക്കത്തൊന്നും നോക്കണ്ട, ഹറക്കത്ത് ഏത് വന്നാലും ഇതേ നിയമമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്?
ഈ താ ഉൽ മർബൂത്തെ എന്ത് ചെയ്യണം? ഹ ആക്കി മറിക്കണം. അപ്പൊ അൽ ഖാരി ഹ ആക്കണം. രണ്ടാമത് ആ ഹായിന് എന്ത് ചെയ്യണം? സുക്കൂന് ചെയ്യണം. അപ്പൊ അൽ ഖാരിഅതു എന്നുള്ളത് അൽ ഖാരിഅ അവിടെ സുക്കൂനായ ഹ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ താ ഉൽ മർബൂത്ത മാറി ഹ സുക്കൂനായ ഹ ആയി നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി മറിച്ച് ഉച്ചരിക്കണം. മനസ്സിലായോക്ക? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ അൽ ഖാരിഅതു അൽ ഖാരിഅ പലരും ഓതുമ്പോ അൽ ഖാരിഅ അവിടെ താൽ മർബൂത്തിയുടെ വഖഫിലുള്ള സുക്കൂനുള്ള ഹ പലരും ഓതുമ്പോഴും കേൾക്കാറില്ല. ചിലര് ഖാരിഅ അവിടെ സുക്കൂനുള്ള ഹ എന്താക്കുന്നില്ല, ഉച്ചരിക്കുന്നില്ല. കാരണം നമുക്ക് ഇതില് വ്യക്തമായിട്ട് ഹായെ കാണാൻ സാധിക്കില്ല. ഇവിടെ നോക്കുമ്പോ താൽ മർബൂത്തിയാണ് കാണുന്നത്. പക്ഷെ നമ്മളിവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ സുക്കൂനായ ഹ നമ്മൾ എന്ത് ചെയ്യണം? ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ നിർത്തണം. മൽ ഖാരിഅതു ആണ് അവിടെ നിർത്തുമ്പോ മൽ ഖാരിഅ മൽ ഖാരിഅ അവിടെ എന്ത് ചെയ്യണം? അവസാനം സുക്കൂനായ ഹ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഒരുപാട് ഉച്ചത്തിൽ ഹ പറയണ്ട. അൽ ഖാരിഅ അത്രയും ഹ വേണ്ട. ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യുക? ഹായുടെ ഉച്ചാരണം നമ്മൾ കൊണ്ടുവരിക. അൽ ഖാരിഅ മൽ ഖാരിഅ എന്നല്ലേ? എന്താണക്ക? ഒന്നുകൂടെ പറയും. അൽ ഖാരിഅ എന്ന എങ്ങനെയല്ലേ? അൽ ഖാരിഅ അഥവാ ഐൻ പറഞ്ഞതിന് ശേഷം താഉൽ മർബൂത്തിക്ക് ഹ കൊണ്ടുവരണം. സുക്കൂനായ ഹ. അൽ ഖാരിഅ ഹ ഇവിടെ നിന്നാണ്, തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ഹ. ഹായല്ല ഹ. ഹ മധ്യഭാഗത്തായിട്ടാണ് ഹ വരുന്നത്. അൽ ഖാരിഅ ഐനൊക്കെ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ആ അക്ഷരം തുടങ്ങുന്നത്. അൽ ഖാരിഅ. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്ക് എന്ത് ചെയ്യാവുന്ന പോകാം. സൂറത്തുൽ ഗാശിയ ഖുർആൻ ഉണ്ടെങ്കിൽ എടുത്താൽ ഇത്രയും ഹൈറാണ്. ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കാത്തവര് ഖുർആൻ ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ചാൽ കുറച്ചും കൂടി ഹൈറായിരിക്കും. അപ്പോൾ ഇതിൽ സൂറത്തുൽ ഗാശിയയിൽ ആദ്യത്തെ 16 ആയത്തുകൾ നോക്കുമ്പോൾ അതിൽ മുഴുവൻ അവസാനിക്കുന്നത് താ ഉൽ മർബൂത്ത് അഥവാ കെട്ടുള്ള തായിലാണ്. ഒന്നാമത്തെ ആയത്ത് ഹൽ അതാക ഹദീസുൽ ഗാശിയതി. അവിടെ ഹറക്കത്ത് നോക്കണ്ട. നമ്മളെ ഹറക്കത്തിന്റെ ഇവിടെ എന്താണ്, ഏത് ഹറക്കത്ത് വന്നാലും പ്രശ്നമില്ല. പക്ഷെ എന്ത് താ ഉൽ മർബൂത്തയിലാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണം? സുക്കൂനായ ഹ ആക്കി മാറ്റി. അപ്പോ ഗാശിയത്തിയാണ് അവിടെ താ ഉൽ മർബൂത്ത വന്നു. അപ്പൊ നിർത്തുമ്പോ ഹദീസുൽ ഗാശിയ ഗാശിയ അവിടെ അവസാനം സുക്കൂനായ ഹ ആക്കി നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ ആയത്ത് നോക്കിയാലോ? ഖാശിഅത്തുൻ അല്ലെ? ഖാശിഅത്തുൻ അവസാനം അവസാനിക്കുന്നത് അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സുക്കൂനായ മാറ്റി മറിച്ച് ഉച്ചരിക്കണം. അവസാനം സുക്കൂനായ ഹ ആക്കി താ ഉൽ മർബൂത്തയ്ക്ക് പകരമായിട്ട് അവിടെ ബദലി സുക്കൂനായ ഹ നമ്മൾ എന്ത് ചെയ്യണം? ഉച്ചരിക്കുകയാണ്. മൂന്നാമത്തെ ആയത്ത് ആമിലത്തുൻ നാസിബത്തുൻ അവിടെ അവസാനം താ ഉൽ മർബൂത്ത കെട്ടുള്ള തായിൽ അവസാനിക്കുന്നു. ഫുൾ സ്റ്റോപ്പ് സുക്കൂനായ ഹ ആക്കി മാറ്റി മറിക്കും. ആമിലത്തുൻ നാസിബ അവിടെ എന്ത് ചെയ്യണം? അവസാനം സുക്കൂനായ ഹ. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ആയത്ത് ഒരാൾ ഓതിയാൽ ഹൈറായിരുന്നു. തസ്ലാ നാറൻ ഹാമിഅ. ഹാമിഅ അല്ല ഹാമിയ. ഹായ് ഉച്ചാരണം. ഹാമിയ എന്നല്ല. തസ്ലാ നാറൻ ഹാമിയ.
അഥവാ അവിടെ നീട്ടേണ്ട ആവശ്യം ഹാമിയ നീട്ടേണ്ട, അപ്പോഴേ ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. ഹാമിയ حامية നീട്ടി നിർത്തണ്ട, നീട്ടാനേ പാടില്ല. കാരണം മദ്ദിന്റെ ഒരു അക്ഷരം അപ്പൊ നമ്മള് പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യണം. നിർത്തുമ്പോ ഒരു ഹറക്കത്ത് പോലും നീട്ടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഒരല്പം പോലും حامية لا حامية അതെ حامية ഹാമി حامية يا തസ്ല നാറൻ ഒന്നുകൂടി നേരത്തെ ഓതിയ ആൾ ഒന്നുകൂടി ഓതൂ. تصلى نارا حامية യാ എന്നല്ല യ ഹാമി. يا അത് റെഡിയാവും, പ്രാക്ടീസ് ആയി വരണം, അപ്പൊ റെഡിയാവും. ഇൻഷാല്ലാ. إن شاء الله. അഞ്ചാമത്തെ ആയത്ത്. تسقى من عين آنية നഅം من മാഷാ آنية ആനിയ മാഷാ. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ആയത്ത് അബ്ദുറഹീം കോതുവോ? ليس لهم طعام إلا من ضريع. അല്ല അതില്ലല്ലോ. ഓക്കെ, എട്ടാമത്തെ ആയത്ത് ഓത്. وجوه يومئذ ناعمة സൗണ്ടിൽ ഓതുക, കേൾക്കുന്നില്ല. وجوه يومئذ ناعمة നാഇമ നാഇമ. إما അടുത്ത ആയത്ത് ഇസ്മായിൽ ആയത്ത് لسعيها راضية ഒന്നുകൂടി ഓതി എനിക്ക്. لسعيها راضية നഅം മാഷാ അല്ലാഹ്. ലിസഈഹാ റാദിയ. ലിസഈഹാടെ രണ്ട് لساحية ഹർക്കത്ത്. راضية ലിസഈഹാ റാദിയ. സെയ്ദുക്ക അടുത്ത പത്താമത്തെ ആയത്ത് ഓതൂ. أعوذ بالله من الشيطان الرجيم في جنة عالية ആലിയ ആലി في جنة عالية ആലിയ. 11ാമത്തെ ആയത്ത് സിറാജിക്ക. സിറാജിക്ക 11ാമത്തെ ആയത്ത് നോക്കൂ. അപ്പോ നമുക്ക് ഈ താഉൽ മർബൂത്തയില് നമ്മൾ വഖഫ് ചെയ്യുന്നത് തുമ്പോഴുള്ള നിയമം വെച്ചാൽ എന്താണ്, അവിടെ സുക്കൂനായ ആ ആക്കി മാറ്റി മറിച്ച് നമ്മൾ അവിടെ വഖഫ് ചെയ്യേണ്ടതാണ്. ഇതിലെന്തെങ്കിലും നമുക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ നമ്മളെ ഹറക്കത്ത് പരിഗണിക്കേണ്ട. ഹറക്കത്ത് ഏത് വന്നോട്ടെ, ഇപ്പൊ ഖാശിയത്തിയുടെ അവിടെ കിസറ് വന്നു, ഖാശിഅ തൻവീൻ വന്നു, അതൊന്നും പ്രശ്നമില്ല. അതാണ് ഞാൻ ഇവിടെ ഓതി പക്ഷെ കേൾക്കാതായി പോകും. ഇപ്പോൾ നാസിബത്തുൻ എന്നതിന്റെ അവിടെ താഉൽ മർബൂത്തയ്ക്ക് ദമ്മത്തിൻ എന്ന് പറയുമ്പോൾ ദമ്മു തൻവീൻ വന്നു. പിന്നെ ഹാമിയത്തൻ ഫതഹു തൻവീൻ വന്നു. അപ്പോൾ ഹറക്കത്തൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ താഉൽ മർബൂത്തയാണോ കെട്ടുള്ള തായിലാണോ നമ്മൾ നിർത്തുന്നതെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ സുക്കൂനായ ഹ ആക്കി മാറ്റി മറിക്കണം. അപ്പൊ ഇതിപ്പോ ആയത്തിന്റെ അവസാനം മാത്രം, ആയത്തുകളുടെ വഖഫിന്റെ അടയാളങ്ങളിൽ നമ്മള് വഖഫിന്റെ അടയാളങ്ങൾ ഉണ്ടാവില്ല, മീം അതേപോലെ ജീം, അങ്ങനത്തെ വഖഫിന്റെ അടയാളങ്ങളിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ താഉൽ മർബൂത്തയാണെങ്കിൽ ഇതേ നിയമമാണ്, ഇതേ രൂപത്തിൽ ഇതേ നിയമമാണ് എന്ത് അവിടെയും ചെയ്യുന്നത്. അപ്പൊ ആയത്തിന്റെ അവസാനം മാത്രമല്ല, നമ്മൾ എവിടെ നിർത്തുന്നുവോ അതിന്റെ അവസാനത്തെ അക്ഷരം, ആയത്തിന്റെ എവിടെയാണോ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിന്റെ അവസാനത്തെ അക്ഷരം കെട്ടുള്ള തായിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളിപ്പോ ഓതിയതുപോലെ അവിടെ ആദ്യം ഹായ കൊണ്ടുവരിക, അതിനുശേഷം എന്ത് ചെയ്യണം, സുക്കൂനാക്കി നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതില് ഒരു ഡൗട്ടും ഇല്ലല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
അടുത്തൊരു നിയമം ഉള്ളത് അവസാനത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് അഥവാ അന്ത്യാക്ഷരം എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം നമ്മള് വഖഫ് ചെയ്യുമ്പോൾ ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് ഫതഹ് തൻവീൻ അല്ലെങ്കിൽ അഥവാ ഫതഹ് തൻവീൻ അല്ലാത്ത ബാക്കിയുള്ള ഹറക്കത്തിൽ നമ്മൾ നിർത്തിയാണ്. ഫതഹ് തൻവീൻ നമ്മൾ ആദ്യം പറഞ്ഞത് 2 ഹറക്കത്ത് നീട്ടി നിർത്തണം നമ്മൾ പഠിച്ചു. ഇനി അവസാനത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് ഫതഹ് തൻവീൻ അല്ലെങ്കിൽ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? ആ അവസാനത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉച്ചരിക്കാൻ പാടില്ല. അപ്പോ ഇതില് അഊദു ബിറബ്ബിൽ ഫലഖി അവിടെ ഖാഫിന് കെസറയാണ് അല്ലെ? അവസാനത്തെ അക്ഷരം ഖാഫാണ്. ആ ഖാഫിന് കെസറ വന്നു. അപ്പൊ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ കെസറിനെ നമ്മൾ എന്ത് ചെയ്യാൻ ഞാൻ ഇട്ടോളാം. എന്താണ് കെസറ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖാഫിന് എന്ത് ചെയ്യണം? കെസറ മാറി അവിടെ സുക്കൂനാവും. രണ്ടാമത്തെ ആയത്ത് മിൻ ശർരി മാ ഖലഖ അല്ലെ? ഖലഖ ഖാഫിന് ഫത്ഹയാണ്. ഒന്നാമത്തെ ആയത്തിന്റെ അവസാനം കെസറും രണ്ടാമത്തെ ആയത്തിന്റെ അവസാനം എന്ത് വന്നു? ഫത്ഹും വന്നു. അപ്പോ അവിടെ നിർത്തുമ്പോൾ ഖലഖ എന്ന ഭാഗത്ത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന്റെ ഹറക്കത്തിന് നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം? സുക്കൂൻ ചെയ്ത് നമ്മൾ ഉച്ചരിക്കണം. മിൻ ശർരി മാ ഖലഖ ഖലഖ. ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഇനിയുണ്ട്. ഇനി ഇപ്പോ ഫതഹും പഠിച്ചു, നമ്മൾ കെസറും പഠിച്ചു അല്ലേ? അവസാനത്തെ അക്ഷരത്തിന് കെസർ വരുന്ന ഉദാഹരണം ഫലഖി അവിടെ സുക്കൂൻ ചെയ്യുന്നു. പിന്നെ മിൻ ശർരി മാ ഖലഖ അവിടെ ഫതഹയാണ് വന്നത്, അവിടെ എന്ത് ചെയ്യുന്നു? സുക്കൂൻ ചെയ്യുന്നു. ഇനി ദമ്മത്തിന് വരുന്ന ഉദാഹരണങ്ങളുണ്ട്. അവസാനത്തെ അക്ഷരത്തിന് ദമ്മത്തിന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ദമ്മു തൻവീൻ അഥവാ ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലെ? അഹദുൻ അവ ദാലിന് എന്ത് വന്നു? അവസാനത്തെ അക്ഷരം ദാൽ, ആ ദാലിന് ദമ്മു തൻവീൻ വന്നു. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ അക്ഷരത്തിന്റെ ഹറക്കത്തിനെ ഉച്ചരിക്കാൻ പാടില്ല, പകരം സുക്കൂൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദുൻ എന്നുള്ളത് അഹദ് ആയി മാറി ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ. അള്ളാഹു നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സമദു അവിടെ ദമ്മു വന്നു. ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ ദമ്മിനെ ഉച്ചരിക്കാതെ സുക്കൂൻ ചെയ്യണം. അള്ളാഹു സമദ്. ഇനി സയസ്ലാ നാറൻ ദാത ലഹബിൻ എന്താ? കെസറു തൻവീൻ വന്നു. അപ്പൊ ദമ്മു തൻവീൻ വന്നു, ദമ്മു വന്നു, ഫത്ഹ വന്നു, കെസറ വന്നു. ഇനിയുള്ളത് കെസറു തൻവീൻ മാത്രമാണ്. ഫതഹു തൻവീൻ നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പറഞ്ഞു എങ്ങനെയാണ് നിർത്തേണ്ടത്. കെസറു തൻവീൻ വരുമ്പോൾ ലഹബിൻ ലഹബിൻ അവിടെ ബായിന് കെസറു തൻവീൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ലഹബിൻ എന്നതിന്റെ കെസറു തൻവീൻ ഉച്ചരിക്കാൻ പാടില്ല, പകരം എന്ത് ചെയ്യണം? സുക്കൂൻ ചെയ്ത് നമ്മൾ നിർത്തണം. സയസ്ലാ നാറൻ ദാത ലഹബ്. ദാത ലഹബ് അവിടെ സുക്കൂന് നമ്മൾ ചെയ്ത് ഉച്ചരിക്കുന്നു. ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് കടക്കാം. സൂറത്തു ത്വാരിഖ് ആണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. സൂറത്തു ത്വാരിഖ് ആണ്. അതിൽ ഒന്നാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. ഖാഫിന് കെസർ, അവസാനത്തെ അക്ഷരത്തിന് കെസർ. അപ്പൊ കെസറിൽ നമ്മൾ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ കെസറിനെ ഉച്ചരിക്കാതെ നമ്മൾ ചെയ്യണം. വസ്സമാഇ വത്വാരിഖ്. വമാ അദ്റാക മത്താരിഖു. അവിടെ ദമ്മാണ് അവസാനത്തെ അക്ഷരത്തിന് വന്നത്. ഖാഫാണ് അവസാനത്തെ അക്ഷരം. ആ അക്ഷരത്തിന്റെ ഹറക്കത്ത് ദമ്മാണ്. അപ്പൊ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ദമ്മിനെ ഉച്ചരിക്കാൻ പാടില്ല, പകരം സുക്കൂന് നമ്മൾ ചെയ്യണം. വമാ അദ്റാക ത്വാരിഖ്. മൂന്നാമത്തെ ആയത്ത് അന്നജ്മു. ബായിന് ബമ്മാണ്. അവിടെ നിർത്തുമ്പോ ബായിന് എന്ത് ചെയ്യണം? ബമ്മു മാറി അങ്ങനെയാല് ഒരാള് നാലാമത്തെ ആയത്തും ഒന്ന് വഖഫ് ബമ്മത്തെ അവിടെ അവസാനം വന്നത് അവിടെ വോയിസ്
വോയിസ് കട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉസ്താദിന്റെ. ഫുൾ റേഞ്ച് ഉണ്ടല്ലോ, കേൾക്കുന്നു, സൗണ്ട് കേൾക്കുന്നു. ഇപ്പൊ കുഴപ്പമില്ല, മാറി മാറിയിട്ട് ഇപ്പൊ നടക്കുക. ഓക്കെയാണ്, ചില സമയത്ത് ഉണ്ടാകുന്നുണ്ട്. നാലാമത്തെ كل نفس لما عليها حافظ. അതെ, ഹാഫിളുൻ അവിടെ തൻവീനാണ്, ദമ്മു തൻവീൻ അവസാനം ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വഖഫ് ചെയ്യുമ്പോൾ നമ്മള് ഹാഫിളുൻ എന്നത് മാറി ഹാഫിൾ അല്ലെ അഞ്ചാമത്തെ ആയത്ത്. ഒതുക്കി ഒരാളെ ഒതുക്കി ഇൻഷാ മിൻ ബൈനി സുൽബി വത്തറായിബ്. അഞ്ചാമത്തേതാണ്, ഏഴാമത്തെ അല്ല, അഞ്ചാമത്തെ ആയത്. ഫൽ യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. അതെ, ഖുലിഖ അവിടെ ഖാഫിന് നമ്മള് വഖഫ് ചെയ്യുമ്പോ നിർത്തുമ്പോ ഖുലിഖ എന്നുള്ളത് മാറി ഖുലിഖ് ഖുലിഖ് മിമ്മ ഖുലിഖ്. അവിടെ നമ്മള് ഹുലിഖ് എന്ന് വെളിവാക്കണത് ഹുലിഖ് എന്ന് പറഞ്ഞാൽ മതിയോ? അതിന് പഠിക്കും നമ്മളിപ്പോ ഇതില് ചർച്ച വരൂല. സിറാജിക്ക ആറാമത്തെ ആയത്തിൽ ഖുലിഖൽ മിമ്മായിൻ ദാഫിഖ്. ദാഫിഖിൻ ആണ് അവിടെ, കസറു തൻവീൻ ആണ്. ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോ എന്ത് ചെയ്യും? വഖഫ് ചെയ്യുമ്പോ കസറു തൻവീൻ ാതെ പകരം സുക്കൂനാക്കി നമ്മൾ എന്ത് ചെയ്യും? ഇതിലിപ്പോ കറക്റ്റ് ഇല്ലേ? അഥവാ ഫതഹ തൻവീൻ ഒഴിച്ച് ബാക്കിയുള്ള ഏത് ഹറക്കത്തിനെ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിലും അവിടെ സുക്കൂൻ ചെയ്ത് നമ്മൾ വഖഫ് ചെയ്യും. ഇത്രേ ഉള്ളൂ, സംഭവം ഇത്രേ ഉള്ളൂ. എന്താണ്? ഫതഹ തൻവീൻ ഒഴിച്ച് ബാക്കിയുള്ള ഹറക്കത്ത്, ഫതഹ തൻവീൻ ബാക്കിയുള്ള ഹറക്കത്ത് ഫത്ഹ, കസറ, ദമ്മ, കസറു തൻവീൻ, ഫതഹ തൻവീൻ, ഈ 5 ഹറക്കത്തുകളിൽ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സുക്കൂന് ചെയ്ത് നിർത്തിയാൽ മതി. ഇത്രേ ഉള്ളൂ ഇതിന് പറയാം. നമ്മൾ ഓരോ ഹറക്കത്തും ഞാനത് ഉണ്ടാക്കിയാണ് കുറച്ചും കൂടി നല്ല രൂപത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇതിപ്പോ കട്ടായി പോകുന്നുണ്ട്, വോയിസ് ക്ലിയർ കിട്ടുന്നില്ല. ഫുൾ റേഞ്ച് ഉണ്ടല്ലോ. ഇപ്പൊ പറയുന്നത് ഓക്കെയാണ്, നിങ്ങൾ ഓടുന്ന സമയത്ത് അത് കട്ടായിക്കൊണ്ടിരിക്കുന്നു. കട്ടായി പോകുന്നുണ്ട്. ഇപ്പൊ ഓക്കെയാണ്, പക്ഷെ നിങ്ങൾ സാധാരണ ഖുർആൻ ഓതുന്ന സമയത്ത് കട്ടായി പോകുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, മദ് ചെയ്യുന്ന ഭാഗത്തൊക്കെ അങ്ങനെയൊക്കെ നീട്ടാ. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഹലോ, ഇപ്പൊ ഓക്കെയാണ്. ഇതിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ? ഇല്ല. ഈ അടുത്ത ഒരു സെക്ഷനാണ്. ഇപ്പൊ നമ്മൾ അവസാനം പറഞ്ഞ അവസാനത്തെ അക്ഷരത്തിന്റെ ഫതഹു തൻവീൻ അല്ലെങ്കിൽ ഫതഹു തൻവീൻ അല്ലാത്ത ബാക്കിയുള്ള ഹറക്കത്ത് വന്നാൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? അവസാനത്തെ അക്ഷരത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങളെ മൈക്കുമായിട്ടുള്ള എന്തോ പ്രശ്നം തോന്നുന്നുണ്ട്. അതെ എനിക്ക് ഫുൾ റേഞ്ച് ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്കൊന്ന് മൈക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൈക്കാണോ പ്രശ്നം എന്നൊരു സംശയം. മൈക്ക് അടുത്ത് പിടിക്കാത്തോണ്ടറിയില്ല. ചോദിക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ഉണ്ട്, പിന്നീട് ഖുർആൻ ഓതുന്ന സമയത്ത് ഒരു കട്ടായി പോണ്ടിരിക്കുന്നു. ഓക്കെ ഇൻഷാല്ലാ. ഇവിടെ മൊത്തം റേഞ്ച് ഉണ്ട്, 5G ആണ് കേട്ടോ. 5G വരെ കാണിക്കുന്നുണ്ട്, അപ്പൊ അറിയില്ല. ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ സംസാരിക്കാൻ മൈക്കിൽ അടുത്ത് വെക്കുന്നുണ്ടോ അറിയില്ല. ഓക്കെ ഇൻഷാല്ലാ. അത് കുറച്ച് മൈക്ക് ഞാൻ ഇപ്പൊ അടുത്തോട്ടായിരിക്കണം. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ അവസാനത്തെ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പ് മദ്ദു വന്നാൽ അഥവാ ദീർഘം വരിക, അന്ത്യാക്ഷരത്തിന്റെ അഥവാ അവസാനത്തെ അക്ഷരം വഖഫ് ചെയ്യുന്ന അവസാന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക? ദീർഘം അഥവാ മദ് വരുന്നാൽ അപ്പൊ എങ്ങനെയാണ് നമ്മൾ നിർത്തേണ്ടത്?
ഉദാഹരണങ്ങൾ നമുക്ക് 3 കാണാൻ സാധിക്കും. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ബിആദിനാണ് അവിടെ ദാലിന് കെസറു തൻവീനാണ്. നോക്കുമ്പോൾ അവസാനത്തെ അക്ഷരം ദാലാണ്. ആ ദാലിന് മുമ്പ് അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് ദീർഘം വരിക, അതാണ് പറയുന്നത്. അപ്പൊ അവസാന അക്ഷരത്തിന് മുമ്പുള്ള മദ് ഏതാണ്? അലിഫ് മദ് വന്നു അല്ലെ? അലിഫ് മദ് കാണുന്നുണ്ടാവും. ബിആദ് എന്ന വാക്കില് അവസാനത്തെ അക്ഷരം ദാലാണ്. അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് ദീർഘം വരുന്നു. അപ്പൊ നമ്മൾ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം? നീട്ടി നമ്മൾ നിർത്തണം. അപ്പൊ ബിആദ് എന്ന് ഓതി നമ്മൾ നിർത്തുമ്പോൾ എന്ത് ചെയ്യാ? ഒന്നല്ലെങ്കിൽ നമുക്ക് 2 ഹറക്കത്ത് നീട്ടി നിർത്താം, അല്ലെങ്കിൽ 4 ഹറക്കത്ത് നീട്ടി നിർത്താം, അല്ല എങ്കിൽ 6 ഹറക്കത്ത് വരെ നമുക്ക് നീട്ടി നിർത്താം. അപ്പൊ 2 ഹറക്കത്ത് നീട്ടി നിർത്തുമ്പോൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, 2 ഹറക്കത്ത് ബിആദ്. ഇതിനൊക്കെ 4 നമുക്ക് നീട്ടാം, 4 ഹറക്കത്ത് നമുക്ക് നീട്ടാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, അവിടെ 4 ഹറക്കത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബിആദ് എന്ന ആ ഒരു മദ്ദിനെ 4 ഹറക്കത്ത് നമുക്ക് നീട്ടി നിർത്താം. 6 ഹറക്കത്ത് നമുക്ക് എന്ത് ചെയ്യാം? നീട്ടി നമുക്കിവിടെ വഖഫ് ചെയ്യാം. എങ്ങനെയാണ്? 6 ഹറക്കത്ത് പറയുമ്പോൾ കുറച്ചും കൂടി 4നേക്കാളും കുറച്ചും കൂടി എന്ത് ചെയ്യും? ദൈർഘ്യം കൂടും. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, 6 ഹറക്കത്ത് ബിആദ്. അപ്പൊ നമ്മൾ 3 എന്താണ് ഓപ്ഷൻസ് ആണ്. ഒന്നല്ലെങ്കിൽ 2 ഹറക്കത്ത്, അല്ല എങ്കിൽ 4 ഹറക്കത്ത്, അല്ല എങ്കിൽ 6 ഹറക്കത്ത് എന്ത് ചെയ്യാൻ? നീട്ടി നിർത്താം. എപ്പോഴാണ്? നമ്മൾ വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പ് എന്ത് വരണം? ദൈർഘ്യം ദീർഘം വന്നാല് 2 ഹറക്കത്ത് നമുക്ക് നീട്ടാം, അല്ലെങ്കിൽ 4 ഹറക്കത്ത് നീട്ടി നിർത്താം, അല്ലെങ്കിൽ 6 ഹറക്കത്ത് നമുക്ക് നീട്ടി നിർത്താം. സൂറത്തുൽ ഫീലിലെ ഒരായത്താണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീലി. അവിടെ ലാമിന് കസറാണ്, സുക്കൂനാവും ഫീൽ. അപ്പൊ അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം എന്ത് വരും? ദീർഘത്തിന്റെ അക്ഷരമാണ്, മദ്ദിന്റെ അക്ഷരം യാ വന്നു. അപ്പോ ബി അസ്ഹാബിൽ ഫീൽ 2 ഹറക്കത്ത് നീട്ടി നിർത്താം, 4 ഹറക്കത്ത് നീട്ടി നിർത്താം, 6 ഹറക്കത്ത് വരെ നമുക്ക് നീട്ടി നിർത്താം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ 2 ഹറക്കത്ത്. ഇനി 4 ഹറക്കത്ത് ആകുമ്പോ ബി അസ്ഹാബിൽ ഫീൽ. അതെ 6 ഹറക്കത്ത് ആകുമ്പോ ബി അസ്ഹാബിൽ. അതെ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇനി അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവിടെ എന്താണ്? മദ്ദിന്റെ അക്ഷരമായ വാവ് വന്നില്ല. അവസാനത്തെ അക്ഷരം ന്യൂനാണ്. ന്യൂനിൽ അവസാനത്തെ അക്ഷരം അവസാനിക്കുന്നത് ന്യൂനിലാണ്. അതിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം വാവ് മദ്ദാണ്, അഥവാ ദൈർഘ്യം വാവിന്റെ അക്ഷരം അഥവാ മദ്ദിന്റെ അക്ഷരമായ വാവ് വന്നു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് 2 ഹറക്കത്ത് അല്ലെങ്കിൽ 4 ഹറക്കത്ത് അല്ലെങ്കിൽ 6 ഹറക്കത്ത് വരെ നീട്ടി നിർത്താം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, സാഹൂൻ 2 ഹറക്കത്താണ്. 4 ആവുമ്പോ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ 4 ഹറക്കത്ത്. 6 ആവുമ്പോ അൻ സ്വലാത്തിഹിം സാഹൂൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഒരു സൂറത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ആയത്ത് നമ്മൾ 2 ഹറക്കത്ത് നീട്ടി, രണ്ടാമത്തെ ആയത്ത് 4 ഹറക്കത്ത് നീട്ടി നിർത്തി, മൂന്നാമത്തെ ആയത്ത് എന്താക്കി 6 ഹറക്കത്ത് നീട്ടി നിർത്തി. അങ്ങനെ നമുക്ക് ഓതാനേ പറ്റില്ല, അങ്ങനെ ഓതാൻ പാടില്ല. എന്താണ്? നമ്മൾ ഒരു സൂറത്ത് ഓതുന്നതെങ്കിൽ ഒന്നിനെങ്കിൽ നമ്മൾ 2 ഹറക്കത്തില് നീട്ടിയാണ് നമ്മൾ എല്ലാ ആയത്തും ഓതുന്നെങ്കിൽ ബാക്കിയുള്ള ആയത്തുകൾ എന്താക്കണം? 2 ഹറക്കത്ത് നീട്ടി തന്നെയാണ് നിർത്തേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ 4 ഹറക്കത്ത് നീട്ടിയാണ് നിർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആയത്തുകളൊക്കെ എന്ത് ചെയ്യണം? 4 ഹറക്കത്ത് നീട്ടി നിർത്തേണ്ടതാണ്. ഇപ്പോ ഉദാഹരണമാണ്, ഇമാമ് നിൽക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്തിൽ നമ്മൾ 2 ഹറക്കത്ത് അല്ലെങ്കിൽ 4 ഹറക്കത്ത് നീട്ടിയാണ് നിർത്തുന്നത്, വഖഫ് ചെയ്യുന്നത്. അപ്പോ ആ ഒന്നാമത്തെ റക്അത്തിലുള്ള സൂറത്ത് ഓതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരായത്ത് 4 ഹറക്കത്ത്, അടുത്ത ആയത്ത് 6 ഹറക്കത്ത്, അല്ലെ അടുത്ത ആയത്ത് 2 ഹറക്കത്ത്, അങ്ങനെ നമുക്ക്
ഓതാൻ പാടില്ല. അതൊരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. നമ്മൾ ഓതുമ്പോ എന്താണ് ഖുർആൻ ഓതുമ്പോ എല്ലായിടത്തും ഒരേ രൂപത്തിൽ ഒരേ ദൈർഘ്യത്തിൽ എന്ത് ചെയ്യണം നമ്മള് നിർത്തണം. അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യമാണ്. അഥവാ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവല് ഒരു നല്ലൊരു കാര്യമാണ്. അഥവാ ഓതുമ്പോ 2 ഹറക്കത്ത് നീട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള ആയത്തുകൾ എന്താക്കണം, ആ സൂറത്ത് കഴിയുന്നത് വരെ എന്ത് ചെയ്യുക, എങ്ങനെയാണോ ആ സൂറത്തിന്റെ തുടക്കത്തിലുള്ള ആയത്തിൽ നിർത്തിയത്, എത്ര ഹറക്കത്താണോ നിർത്തിയത്, ബാക്കിയുള്ള ആ സൂറത്തിലെ ആയത്തുകൾ എന്തേക്കുക ആ ഒരു അതേ ദൈർഘ്യത്തിലാക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓതി വഖഫ് ചെയ്ത് നിർത്തേണ്ടത്. ഓക്കെ ആണോ? എന്നാൽ ഇപ്പൊ നമ്മള് രണ്ടാമത്തെ റക്കായത്തില് ഇമാമിക്ക് രണ്ടാമത്തെ റക്കാത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഒന്നാമത്തെ റക്കാത്ത് 2 ഹറക്ക നീട്ട് നിർത്തിയാണ് നമ്മൾ ഓതിയെങ്കിൽ രണ്ടാമത്തെ റക്കാത്ത് എന്ത് ചെയ്യാം, പ്രശ്നമില്ല. നമുക്ക് 2-ൽ കൂടുതൽ 4 ഹറക്ക് നിർത്താം. പക്ഷെ എന്താണ്, ആ റക്കായത്തിന് നമ്മൾ എത്രയാണോ ദൈർഘ്യത്തിൽ ഓതാൻ ഉദ്ദേശിക്കുന്നത്, വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതേ രൂപത്തിലായിരിക്കണം ബാക്കിയുള്ള ആയത്ത് നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഖുർആന് തിലാവത്തിലാണെങ്കിലും പാരായണത്തിലാണെങ്കിലും നമ്മൾ ഖുർആൻ ഓതാൻ ഇരിക്കുന്ന സമയത്ത് ആണെങ്കിലും ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരു പേജിൽ നമ്മൾ ഓതുമ്പോൾ ഈ ഒരു യൂണിഫോമിറ്റി നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാല് നമ്മള് അവസാനത്തെ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം മദ്ദിന്റെ അക്ഷരമാണെങ്കിൽ 2 മുതൽ 6 വരെ നമുക്ക് ഹറക്കത്ത് നീട്ടി നിർത്താവുന്നതാണ്. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുള്ള? ഒരു സംശയം ചോദിച്ചോട്ടെ? ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി തഹ്ഖീഖാവും. സൂറത്തുൽ ഫജ്ർ ആണ്. അതിൽ 6-ാമത്തെ ആയത്ത് മുതൽ നോക്കിയാല് അവിടെ ഗ്രീൻ കളർ കൊണ്ട് നമുക്ക് അടയാളപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കും. റബ്ബുക ബിആദ് അല്ലെ, അലം തറ. അത് സെയിം നമ്മൾ ഒന്നാമത്തെ ആ ഒരു ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പഠിച്ച താരീഫിൽ അഥവാ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ഉദാഹരണമായിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? റബ്ബുക ബിആദ്. അവിടെ ദാലാണ് അവസാനത്തെ അക്ഷരം. ആ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പ്, അവസാനത്തിന്റെ അക്ഷരത്തിന് തൊട്ട് മുമ്പ് അലിഫ് മദ് വന്നു. അഥവാ അലിഫ് മദ് എന്ന് പറയാൻ മദ്ദിന്റെ അക്ഷരമായ അലിഫ് വന്നു, അല്ലെങ്കിൽ ദൈർഘ്യത്തിന്റെ അലിഫ് വന്നു. അപ്പൊ എന്ത് ചെയ്യാ, 2 മുതൽ 6 വരെ നമുക്ക് നീട്ടാം. ബിആദ് അല്ലെങ്കിൽ ബിആദ്. ഇനി 6 ആണെങ്കിൽ ബിആദ്. ഇറമദാത്തിൽ ഇമാദ്. 2 ഹറക്കത്ത് നീട്ടാം, അല്ലെങ്കിൽ 6 ഹറക്കത്ത് നീട്ടാം, 4 ഹറക്കത്ത് നീട്ടാം. എളുപ്പമാണ്. അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. 8-ാമത്തെ ആയത്ത് നോക്കിയാൽ ലാമിന് മുകളിലായിട്ട് എന്തുണ്ട്, ചെറിയൊരു അലിഫ് കാണാൻ സാധിക്കും. കാണുന്നുണ്ടോ? ലാമിന് മുകളിലായി ചെറിയ അലിഫ് കാണുന്നുണ്ടോ? അതെ. അപ്പൊ അവിടെ അലിഫ് എന്താണ്, ലാമിന് മുകളിൽ വരാൻ കാരണം ലാമിന് എന്താക്കിയാണ്, ലാമിനെ നീട്ടാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നമുക്ക് ബിലാദ് എന്ന് എഴുതാൻ സാധിക്കും. അല്ലാതെ നമുക്ക് അലിഫ് അല്ലാതെ തന്നെ ലാമിന് ശേഷം എഴുതിയിട്ട് ആ രൂപത്തിൽ നമുക്ക് എഴുതാം, പ്രശ്നമല്ല. അത് എഴുത്തിന്റെ ഒരു ശൈലിയാണ്. അപ്പോ അവിടെ ദാലിന് മുമ്പ് ലാം അല്ല, ദാലിന് മുമ്പ് എന്താണ്, അവിടെ അലിഫാണ്, മദ്ദിന്റെ അക്ഷരമായ അലിഫാണ്. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ദാലിന് മുമ്പ് ലാം അല്ലേ, അപ്പൊ നമുക്ക് നീട്ടാൻ പറ്റൂലല്ലോ. ഇപ്പൊ ഫിൽ ബിലാദ് അല്ല ഫിൽ ബിലാദ് എന്നാണ്. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവിടുത്തെ ഒരു ചെറിയ അലിഫ് എന്താക്കിയാണ്, ആ ലാമിനെ നീട്ടാന് കൊണ്ടുവന്ന അലിഫാണ്. അതിന് അലിഫ് സഗീറ എന്ന് പറയും. അറബില് അലിഫ് സഗീറ എന്ന് പറയും, അഥവാ ചെറിയ അലിഫ് എന്ന് പറയും. അപ്പോ ബിലാദ് എന്ന ഭാഗത്ത് നിർത്തുമ്പോ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ഹറക്കത്ത് വരെ നീട്ടി നിർത്താം. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായിട്ടുണ്ടോ? എന്നാല് 9-ാമത്തെ ആയത്ത് ഒരാളോ? വസമൂദല്ലദീന ജാബു സുഖ്റ. ആരെങ്കിലും ഒരാള്? വസമൂദല്ലദീന ജാബു സഖറ ബിൽവാദ്. അതെ, ബിൽവാദ്. ബിൽവാദ് 4 നിർത്താം, 2 ഹറക്കത്ത് നിർത്താം, എന്താണ് 6 ഹറക്കത്ത് നിർത്താം. 10-ാമത്തെ ആയത്ത് ഓതാത്ത ഒരാളോ? അതെ, ഔതാദ്. 11-ാമത്തെ ആയത്ത് الذين طغوا في البلاد. അതെ, ബിലാദ്. ഇനി 17-ാമത്തെ ആയത്ത് ഒരാളോ? 17-ാമത്തെ ആയത്ത് കല്ലാ ബൽ ലാ തുക്രിമൂൻ. കാണുന്നുണ്ടോ?
الشيطان بل لا تكرمون اليتيم യതീം അവിടെ വഖഫ് ചെയ്യും, നിർത്തുമ്പോ അവസാനത്തെ അക്ഷരം അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് എന്ത് വന്നു? മദ്ദിന്റെ അക്ഷരമായ യാ വന്നു. അപ്പോ നിർത്തുമ്പോ നീ എത്ര ഹറക്കത്ത് നീട്ടാം? 2 ഹറക്കത്ത് നീട്ടി നിർത്താം, 4 ഹറക്കത്ത് നീട്ടി നിർത്താം, അല്ലെങ്കിൽ 6 ഹറക്കത്ത് നീട്ടി നിർത്താം. 18-ാമത്തെ ആയത്ത് ഒരാൾ ഓതും. 18-ാമത്തെ ആയത്ത്. لا تحاضون على طعام المسكين മിസ്കീൻ എന്ന വാക്കില് അവസാനത്തെ അക്ഷരം നൂനാണ്. അതിനു മുമ്പ് ഒരു മദ്ദിന്റെ അക്ഷരം അല്ലെ? മദ്ദിന്റെ അക്ഷരം ഏതാണ് വന്നത്? അതിനു മുമ്പ്, നൂനിന് മുമ്പ് യാ. യാ, മദ്ദിന്റെ അക്ഷരമായ യാ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നിർത്തുമ്പോ, നീട്ടി നിർത്തുമ്പോ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ഹറക്കത്ത് വരെ നമുക്ക് നീട്ടി നിർത്താം. ഇതാണ് എളുപ്പമാണ്, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ്. ഇനിയുള്ളത് പൂർണ്ണ വിരാമം അഥവാ പൂർണ്ണ വഖഫിന്റെ അവസാനത്തെ ഒരു പാർട്ടാണ്. അവസാനത്തെ അക്ഷരത്തിന്റെ അഥവാ അന്ത്യാക്ഷരത്തിന്റെ തൊട്ടു മുമ്പ് സുക്കൂനുള്ള വാവോ സുക്കൂനുള്ള യാഓ വരിക. അഥവാ അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് സുക്കൂനുള്ള വാവോ സുക്കൂനുള്ള യാഓ വന്നാൽ എന്ത് ചെയ്യണം? 2, 4, 6 ഹറക്കത്ത് നമുക്ക് എന്ത് ചെയ്യാം? നീട്ടി ഓതാവുന്നതാണ്, നീട്ടി നിർത്താവുന്നതാണ്. അപ്പോ ഇതില് ഉദാഹരണമായിട്ട് സൂറത്തു ഖുറൈശിലെ 2 ആയത്താണ്. നമുക്ക് ആ ആയത്ത് തന്നെ ഞാൻ ഇപ്പുറത്ത് കൊടുക്കാം. സൂറത്തു ഖുറൈശാണ് നമുക്ക് ഇവിടെ കാണുന്നത്. 1-ാമത്തെ ആയത്ത് ഏതാണ്? ലീലാഫി ഖുറൈശ് അല്ലെ? ഖുറൈശ്, അതെ, ഖുറൈശ്. ഖുറൈശ് എന്ന വാക്കാണ് ഇതിൽ നമ്മൾ നോക്കേണ്ടത്. കാരണം അവസാനത്തെ വാക്കാണ് ഖുറൈശ്. ആ വാക്കിൽ അവസാനത്തെ അക്ഷരം ഏതാണ്? ഖുറൈശ് എന്ന വാക്കില് അവസാന അക്ഷരം ഷീൻ, അതെ, ഷീനാണ്. അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് എന്ത് വന്നു? അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് സുക്കൂനുള്ള യാ, സുക്കൂനുള്ള യാ വന്നു. സുക്കൂനുള്ള യാ വന്നു. അപ്പൊ നമ്മൾ ഓതുമ്പോ എന്ത് ചെയ്യണം? അവിടെ നീട്ടി 2 ഹറക്കത്ത് അല്ലെങ്കിൽ 4 ഹറക്കത്ത് അല്ലെങ്കിൽ 6 ഹറക്കത്ത് നീട്ടി നിർത്തണം. അപ്പൊ എങ്ങനെയാണ് നിർത്തുക? അത് ആർക്കും അറിയോ? അതെ, ഖുറൈശ്. ഞാൻ അങ്ങനെയാണ് ഓതേണ്ടത്. ഖുറൈശ് 2 ഹറക്കത്താകുമ്പോ ലീലാഫി ഖുറൈശ് 2 ഹറക്കത്ത്, ഖുറൈശ്. 4-ആകുമ്പോ ലീലാഫി ഖുറൈശ്, അതെ. ഇനി 6-ആകുമ്പോഴോ ലീലാഫി ഖുറൈശ്. ഇനി 2-ാമത്തെ ആയത്തിലോ ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. അവിടെ വസ്സൈഫ് എന്ന വാക്കിലാണ് നമ്മൾ നോക്കേണ്ടത്. അവസാനത്തെ വാക്കാണ് വസ്സൈഫ്. ആ വാക്കിൽ അവസാനത്തെ അക്ഷരം ഏതാണ്? അവസാനത്തെ അക്ഷരം, ആ വാക്കിൽ അവസാനത്തെ അക്ഷരം, അതെ, ഫ. ശ്രദ്ധിച്ചു നോക്കുക, ഞാൻ പറയുന്ന ശ്രദ്ധിക്കുക. അവസാനത്തെ അക്ഷരം ഫ. ആ അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാ? സുക്കൂനുള്ള യ, അതെ, സുക്കൂനുള്ള യ. അപ്പൊ നമ്മൾ നിർത്തുമ്പോ എത്ര ഹറക്കത്ത് നീട്ടി നിർത്താം? 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ഹറക്കത്ത് വരെ നീട്ടാം. അപ്പൊ നമ്മൾ നിർത്തുമ്പോ എങ്ങനെ ഓതും? അതെ, വസ്സൈഫ്. ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. വസ്സൈഫ് 6 നീട്ടാം അല്ലെങ്കിൽ 4 നീട്ടാം, 2 ഹറക്കത്താകുമ്പോ വസ്സൈഫ് അല്ലെ? റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. 3-ാമത്തെ ആയത്തിലും ഇതേ രൂപത്തിലാണ്. റബ്ബ ഹാദൽ ബൈത്ത്. ബൈത്ത് എന്ന വാക്കില് അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് എന്ത് വന്നു? സുക്കൂനുള്ള യാ വന്നു. അപ്പൊ ഇപ്പോ പറഞ്ഞ 3 ആയത്തിൽ നമ്മൾ നോക്കുമ്പോ അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് എന്താണ്? സുക്കൂനുള്ള യാ ആണ് നമ്മൾ കണ്ടല്ലോ. ഖുറൈശില് അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. വസ്സൈഫില് എന്ത് വന്നു? അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. ഇപ്പൊ ഓദ്യായത്തിലും റബ്ബ ഹാദൽ ബൈത്ത് എന്നതിലും എന്തുണ്ട്? സുക്കൂനുള്ള അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് സുക്കൂനുള്ള യാ. അങ്ങനെ 4-ാമത്തെ ആയത്തിൽ നോക്കിയാല് അവസാന അക്ഷരത്തിന് മുമ്പ് എന്ത് വരെയാണ്? സുക്കൂനുള്ള വാവ് വരികയാണ്. അപ്പൊ നമ്മൾ ഓതുമ്പോ
വആമനഹും മിൻ ഖൗഫ് എന്നാണ്. അവിടെ നിർത്തുമ്പോ 2 അല്ലെങ്കിൽ 4 6 ഹറക്കത്ത് വരെ എന്ത് ചെയ്യാം, നമുക്ക് നിർത്താം. മിൻ ഖൗഫ്, അതെ, ഖൗഫ്. ഈ മദ്ദിന് ഇതൊരു മദ്ദാണ്. ഈ മദ്ദിന് പറയുന്ന ഒരു പേരുണ്ട്, മദ്ദുല്ലീൻ എന്ന് പറയും. മദ്ദുല്ലീൻ, ലീനിന്റെ മദ് എന്നാണ് പറയുന്നത്. ലീനിന്റെ അക്ഷരങ്ങൾ ആർക്കെങ്കിലും അറിയോ? ലീനിന്റെ അക്ഷരങ്ങൾ അറിയോ? വാവ് യാ അലിഫ്. അത് മദ്ദിന്റെ അക്ഷരല്ലേ? അലിഫ് വാവ് യാ. ലീനിന്റെ അക്ഷരങ്ങൾ, ലീനിന്റെ അക്ഷരം രണ്ടെണ്ണം. വാവും യാവും മാത്രമേ ഉള്ളൂ. വാവും യാവും. അതിന്റെ പ്രത്യേകത എന്താണ്? ലീനിന്റെ പ്രത്യേകത, നമ്മള് മയമായ ശബ്ദത്തിൽ പെട്ടെന്ന് ഉച്ചരിക്കുക. ഖുറൈ, ഖുറൈ, വസ്സൈ, ഹാദൽ ബൈത്ത്, ബൈ, ഖൗ, ഇതൊക്കെയാണ് മയത്തോടു കൂടി ഉച്ചരിക്കുക എന്ന് പറയുന്നത്. അപ്പോ മദ്ദുൽ ലീൻ എന്ന് പറയുമ്പോൾ, ലീൻ എന്ന് പറഞ്ഞാല് സുക്കൂനുള്ള യാഇനും അല്ലെങ്കിൽ സുക്കൂനുള്ള വാവിനും മുമ്പ് ഫതഹ വരികയാണ്. അതാണ് ലീനിന്റെ അർത്ഥം. അഥവാ ലീനിന്റെ ഡെഫിനിഷൻ, ലീൻ എങ്ങനെയാണ് വരുന്ന? ഒരു സുക്കൂനുള്ള യാഇന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ വന്നാൽ എന്താണ്? അവിടെ ലീൻ ചെയ്ത് ലയ്യീനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓതണം, മയത്തോടു കൂടി ഓതണം. അപ്പൊ ഖുറൈശ് എന്നതിൽ നോക്കുമ്പോ സുക്കൂനുള്ള യാ ഉണ്ട്, അതിനു മുമ്പ് എന്തുണ്ട്? ഫതഹ വന്നു, അതാണ് ലീൻ എന്ന് പറയുന്നത്. അതെ, ഇവിടെ വസ്സൈഫ് എന്നതില സുക്കൂനുള്ള യാ ഉണ്ട്, അതിനു മുമ്പ് എന്ത് വന്നു? ഫതഹ വന്നു, ലീനാണ്. ഇവിടെ ഖൗഫിലാണെങ്കിൽ സുക്കൂനുള്ള വാവ്, അതിനു മുമ്പ് എന്താണ്? ഫതഹാണ് വന്നിട്ടുള്ളത്. എന്നാൽ മദ്ദിന്റെ അക്ഷരങ്ങളിലെ വാവും യാ ഉണ്ടല്ലേ? ലീനിന്റെ അക്ഷരത്തിന് വാവും യാ ഉണ്ട്, മദ്ദിന്റെ അക്ഷരത്തിന് എന്തുണ്ട്? വാവും ഉണ്ട്, യാ ഉണ്ട്. അതിന് നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ കാണുമ്പോ ഇത് മദ്ദിന്റെ യാ ആണ് അല്ലെങ്കിൽ ഇത് ലീനിന്റെ യാ ആണ് നമുക്ക് മനസ്സിലാവണ്ടേ? വേർതിരിച്ച് മനസ്സിലാവണ്ടേ? ഓക്കെ, അതൊരു കാരണമാണ്. ഇപ്പൊ എഴുത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുക്കൂന് കൊടുക്കൂല, മദ്ദിന്റെ ഇതിൽ സുക്കൂന് കൊടുക്കൂല, ലീനിന്റെ ഇതിൽ സുക്കൂൻ കൊടുക്കും, ഓക്കെയാണ്. പക്ഷെ വേറൊരു നമുക്ക് ഡെഫിനേഷൻ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഇപ്പോ മുന്നേ ഉള്ള അക്ഷരത്തിന് വരാത്തതാണോ? അല്ല, ഞാൻ പറഞ്ഞുതരാം. അഥവാ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലീനിന്റെ യാഇന് എന്ത് വരുന്നു? സുക്കൂനുള്ള യാഇന് മുമ്പ് ഫതഹ വരുന്നു. അപ്പൊ മദ്ദിന്റെ സുക്കൂനുള്ള യാഇന് മുമ്പ് ഫതഹ വരുമോ? കെസറാണ് വരുന്നത്. അതാണ് മാറ്റം, ആ ഡിഫറന്റ് അതാണ്. സുക്കൂനുള്ള മദ്ദിന്റെ അക്ഷരം വരുമ്പോ നേരെ ഓപ്പോസിറ്റ് വരും. എന്ത്? ഫതഹ മാറി കെസറാണ് വരുന്നത്. അപ്പൊ മദ്ദിന്റെ യാ, അവിടുത്തെ യാനെ നീട്ടണം. ഇവിടെ ആകുമ്പോ എന്ത് ചെയ്യാൻ പറ്റൂല. ഇവിടെ നമ്മൾ നിർത്തുമ്പോ നമുക്ക് നീട്ടി നിർത്താം. ഖുറൈശ് എന്ന് പറയുമ്പോ നേരത്തെ മദ്ദ് ചെയ്തതുപോലെ ഖുറൈശ്, അത് നിർത്തുന്നത് കൊണ്ടാണ് അവിടെ നീട്ടുന്നത്, മനസ്സിലായേക്ക. പക്ഷെ നമ്മൾ നിർത്തത് ചേർത്തോതല്ലേ? ഇപ്പൊ നമ്മൾ ചേർത്തോതെ രണ്ടായത് ചേർത്തോതുമ്പോ അവിടെ ഖുറൈശ് നമ്മൾ എന്താ ചേർത്തോതുമ്പോ നീട്ടൂല. അവിടെ വഖഫ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ എന്താക്കും നമ്മള് ഖുറൈശ്. അതേപോലെ വസ്സൈഫ്, അവിടെ നിർത്തുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ലീനിന്റെ അക്ഷരത്തെ നീട്ടി നിർത്തുന്നത്. അതാണ് മദ്ദുൽ ലീൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പൊ ആയത്തിന്റെ ഇടയിലൊക്കെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവിടെ നീട്ടി ഓതി പോവാൻ പറ്റൂല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ സൂറത്തുൽ മാഊൻ, ഇപ്പൊ ഇതിന്റെ താഴെയുള്ള സൂറത്ത് നോക്കിയാല് 4-ാമത്തെ ആയത്ത് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അതില് മാർക്ക് ചെയ്യാത്ത ഫവൈൽ എന്ന വാക്ക് നോക്കിയാൽ എന്താണ്? അവിടെ സുക്കൂനുള്ള യാ ഉണ്ട്, അതിനു മുമ്പ് എന്തുണ്ട്? ഫതഹ ഉണ്ട്, ലീനാണ്. അതെ, ലീനാണ്. പക്ഷെ നമുക്ക് ഇവിടെ നേരത്തെ ഓതിയതുപോലെ നീട്ടി ഓതാൻ പറ്റുമോ? ഫവൈൽ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അതെ, മാഷാ അല്ലാഹ്, അവിടെ വഖഫ് ചെയ്യുന്നില്ല. അപ്പൊ വഖഫ് ചെയ്യുമ്പോ മാത്രമാണ് ഈ ലീനിന്റെ വിഷയത്തിൽ നമ്മൾ നീട്ടാന് പാടുള്ളൂ. വഖഫ് ചെയ്യാത്ത സമയത്ത് എന്തില്ല? നീട്ടാന് പാടില്ല. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഇതിലൊരു സംശയമുണ്ട്. ഇതിലുള്ള ഒരു സൂറത്തിൽ ഇങ്ങനെ ഈ ലീനിലെ അക്ഷരങ്ങളുള്ള ആയത്തിന്റെ ഇടയിൽ മറ്റു ആയത്തുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്? അതേ ദീർഘത്തില്ല. ഉദാഹരണം ലീനിൽ മനസ്സിലായില്ല, ക്ലിയർ ആയി ലീനിലായത്തില് ലീനില്ലാത്തതാണെങ്കിൽ ഇപ്പൊ ഈ 4 ആയത്തിലും ലീനിന്റെ അക്ഷരങ്ങൾ വരുന്നുണ്ട്, മദ്ദിന്റെ അക്ഷരം വരുന്നില്ല, ബാബ് യാവ് വരുന്നില്ല. അത് സംബന്ധിച്ച് എല്ലാത്ത ആയത്തിലാണ് അവസാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദീർഘാട് വേണ്ടത്? ഇപ്പൊ ഇവിടെ 6 ആയത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മറ്റിടത്തും 6 ആയത്ത് ഉപയോഗിക്കുന്നുണ്ടോ? അതെ, അതാണ് പറഞ്ഞത്. സൂറത്തുൽ മാഊൻ നോക്കിയാല് നമുക്ക് 1-ാമത്തെ ആയത്തില് അറഅയ്തൽ ലദീ യുകദ്ദിബു ബിദ്ദീൻ, അവിടെ മദ്ദിന്റെ യാ ആണ് വന്ന നോക്കിയാണ് അല്ലേ? മദ്ദിന്റെ യാ
സുക്കൂൺ അതെ അവിടെ അതെ സുക്കൂൻ ആ ഓക്കെ യാന് സുക്കൂൻ കൊടുത്തിട്ടില്ല. അപ്പൊ മദ്ദിന്റെ യാണ്. അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറുണ്ട്. അപ്പൊ യാനെ നീട്ടണം. ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ഹറക്കത്ത് നമുക്ക് നീട്ടി നിർത്താം. അതേ അതല്ല ഞാൻ പറഞ്ഞ രൂപത്തില് ഒരേ സൂറത്തിൽ രണ്ട് ഈ വ്യത്യസ്ത രൂപത്തിലെ ആയത്തുകൾ വന്നല്ലോ വയ്ക്കുന്നത് ഈ അതിനാ ലീനിന്റെ ഇതേ ആയത്തും മറ്റു സാധനം അതാണ് രണ്ടും സെയിം നിയമമാണ്. മദ്ദുൽ ലീൻ ഓ, അഥവാ ലീനിന്റെ ഇതില് ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴും മദ്ദിന്റെ അക്ഷരമായ യായിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴൊക്കെ ഒരേ രൂപത്തിൽ തന്നെ 2 മുതൽ 6 വരെ നീട്ടി നമുക്ക് നിർത്താം. ക്ലിയർ അല്ലേ? അതിൽ നമ്മളിവിടെ പറഞ്ഞ അവസാനത്തെ അക്ഷരത്തിന് തൊട്ടു മുമ്പ് സുക്കൂനുള്ള വാവോ യാവോ വന്നാല് അപ്പോ രണ്ടും പെട്ടില്ലേ, ലീനിന്റെ വാവും പെട്ട് മദ്ദിന്റെ വാവും പെട്ട്, ലീനിന്റെ യാ പെട്ടു മദ്ദിന്റെ വാവും പെട്ടു. രണ്ടിനും സുക്കൂൻ കൊടുക്കും. പക്ഷെ ലീനിന്റെ യായിനും വാവിനും സുക്കൂന് ഖുറാനിൽ എഴുതും ഉണ്ടോ, ഖുറാനിൽ എഴുത്തിലുണ്ടാവും സുക്കൂൻ. പക്ഷെ മദ്ദിന്റെ യായിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സുക്കൂന് കാണാൻ സാധിക്കൂല. പക്ഷെ എന്താണ് അവിടെ സുക്കൂനാണ്. ഒരക്ഷരം ഹറക്കത്തില്ലാത്ത അവസ്ഥ എന്നുള്ളത് സുക്കൂനാണ്. ഒരു അക്ഷരത്തിന് ഹറക്കത്തില്ല, ഫതഹു ഇല്ല, കസറില്ല, ദമ്മില്ല. ഫതഹ തൻവീൻ ഇല്ല, കസറ തൻവീന, ദമ്മു തൻവീനും ഇല്ല. അങ്ങനെയെങ്കിൽ ആ അക്ഷരം സുക്കൂനായ അവസ്ഥയാണ്. അവിടെ സുക്കൂൻ എഴുതിയിട്ടില്ല എങ്കിൽ പോലും ആ അക്ഷരം സുക്കൂനാണ്. അപ്പൊ ബിദ്ദീൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, യാഇനെ അവിടെ സുക്കൂൻ എഴുതിയിട്ടില്ല. അപ്പോ ആ അക്ഷരം എന്താണ്, വേറെ ഹറക്കത്തുമില്ല ആ അക്ഷരത്തിന്. അതിന്റെ അർത്ഥം ആ അക്ഷരം എന്താണ്, സുക്കൂനാണ് എന്നാണ്. സുക്കൂൻ എന്നുള്ളത് ഒരു ഹറക്കത്തല്ല, അതൊരു അവസ്ഥയാണ്. സുക്കൂൻ എന്നുള്ളത് എന്താണ്, ഒരു അവസ്ഥയാണ്, ഹറക്കത്തല്ല. ഹറക്കത്തിന്റെ ഇതില് എണ്ണപ്പെടൂല. ഫത്ഹ കസറ ദമ്മ വരെ എണ്ണു. സുക്കൂന് ഹറക്കത്തല്ല. സുക്കൂൻ എന്നുള്ളത് ഈ 3 ഹറക്കത്തും ഒരു അക്ഷരത്തിന് ഇല്ല എങ്കിൽ എന്താണ്, അവിടെ സുക്കൂനാണ്. നമ്മൾ പൊതുവായിട്ട് പറയേണ്ട കാര്യം എന്താണ്, അവസാനത്തെ അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് സുക്കൂനുള്ള വാവും സുക്കൂനുള്ള യാവും വരികയാണെങ്കിൽ 2 മുതൽ 6 വരെ എന്ത് ചെയ്യാം, നീട്ടി നിർത്താം. ഇപ്പം ഇവിടെ ലീനിന്റെ ഇതിനും മദ്ദിന്റെ യായിനൊക്കെ ഒരേ നിയമം തന്നെയാണ്. ഇവിടെ അറായത്തല്ലദീ കദ്ദിബു ബിദ്ദീൻ അവിടെ 2 മുതൽ 6 വരെ നമുക്ക് നീട്ടി നിർത്താം. അറായത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ 2 ഹറക്കത്ത്. നീ 4 ബിദ്ദീൻ, 6 ബിദ്ദീൻ. അതെ, സെയിം ആണ്. മനസ്സിലായോ? ഞാന് അത് ലീനിന്റെ ഇത് പറയാൻ കാരണം ലീനിന്റെ യായിനെയും മദ്ദിന്റെ യായിനെയും വേർതിരിച്ചറിയാമെന്ന് ചോദിച്ചതാണ്. അപ്പൊ പലരും എഴുത്തിൻ്റെതാണ് പറഞ്ഞ, അതിനേക്കാളും മെയിൻ ആയിട്ടുള്ള ഡിഫറൻ്റ് ആണ് പറഞ്ഞത്. ലീനിന്റെ അക്ഷരത്തിന് മുമ്പ് ഈ ഫതഹ ആയിരിക്കും എപ്പോഴും. എന്നാലും മദ്ദിന്റെ യായിന് മുമ്പ് കെസറാണ്, മദ്ദിന്റെ യായിന് മുമ്പ് ഫതഹ വരില്ല. ലീനിന്റെ വാവിന് മുമ്പ് ഫതഹാണ്, മദ്ദിന്റെ വാവിന് മുമ്പ് ഫതഹ അല്ല, ഏതാണ്, ദമ്മാണ്. എളുപ്പമാണ്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേക്കാ? ഓക്കെ. ലീനിന്റെ എന്ന് പറയുന്നത് എന്താ കാരണം എന്ന് മനസ്സിലായിട്ടില്ല. അത് ലീനിന്റെ എന്താണക്കാ ലീനിന്റെ എന്ന് പറയുന്നത് എന്താ കാര്യം? ലീനിന്റെ അഥവാ അവിടെ നമ്മൾ അതിന്റെ ശബ്ദം കണ്ടോ പറയുമ്പോ കുറൈ കുറൈ ആ മയത്തോടു കൂടിയാണ് ഉച്ചരിക്കുക. ആ ശബ്ദത്തിനാണ് ലയ്യിൻ എന്ന് പറയുന്നത്. ലയ്യിൻ. ഓക്കെ ഓക്കെ ഇപ്പൊ ലയ്യിനായിട്ട് സംസാരിക്കാന്ന് പറയില്ല. ഇപ്പൊ മൂസാ നബിയുടെ അള്ളാഹ് പറഞ്ഞില്ലേ എന്താണ്, ഖൂലു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു എന്ന ആയത്തില്ലേ, ഫിറഔന്റെ അടുത്ത് പോയാല് നല്ല മയത്തോടു കൂടി സംസാരിക്കണം. ആ ലയ്യിനായിട്ടുള്ള ആ ഒരു ശബ്ദം, ആ ഒരു ശബ്ദമാണ് ഖുറൈ. ഖുറൈ, ബൈ, തൈ, സൈ, പിന്നെ ഔ, ബൗ, തൗ, സൗ, ജൗ, ഇതൊക്കെ എന്താണ്, ഒരു മയമായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ഹുറൂഫുല്ലീൻ എന്നാ പറയുന്നത്. ഹുറൂഫുല്ലീൻ, വാവും യാവുമാണ് ഹുറൂഫുല്ലീൻ. അതിങ്ങനെ മയമായ ശബ്ദത്തോടു കൂടി ഉച്ചരിക്കുന്നത് കൊണ്ടാണ് എന്ത് പറയുന്ന, ലീൻ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോന്നും പഠിക്കും, ലീനിന്റെ ഒക്കെ പഠിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും, അതായത് ഈ മദ്ദിന്റെ ഭാഗം വന്നപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ മദ്ദു ലീനാണെന്ന് പറയാൻ കാരണം അത് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് എന്ത് ചെയ്യാണ്, പഠിക്കുന്നതാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാം, ഈ ഹുറൂഫുൽ ലീന നമ്മൾ പഠിക്കും. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. സമയം കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് വർക്കുകൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ വർക്ക് എന്നുള്ളത് ഇപ്പോ ഫതഹു തൻവീനില് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ കെട്ടുള്ള താ ഒഴികെ ബാക്കി ഏത് അക്ഷരത്തിനും ഫതഹു തൻവീൻ വന്നാല് 2 ഹറക്കത്ത് നീട്ടി നിർത്തണം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് വെച്ചാല് താ ഉൽ മർബൂത്ത മാറ്റി ബാക്കി ഉള്ള അക്ഷരങ്ങളിൽ ഫതഹു തൻവീൻ വരുന്ന ഉദാഹരണം എഴുതണം. അലിഫ് മുതൽ യാ വരെ. പക്ഷെ താ ഉൽ മർബൂത്തയെ മാറ്റി നിർത്തുക. ബാക്കിയുള്ള അക്ഷരങ്ങളിൽ എന്ത് ചെയ്യുക,
ഫതഹു തൻവീൻ വരുന്ന ഉദാഹരണങ്ങൾ എഴുതുക. അപ്പോൾ അലിഫിലി ഫതഹു തൻവീൻ വരുന്നത് അവസാനിക്കുമ്പോൾ അലിഫിലി ഫതഹു തൻവീൻ വരുന്നുണ്ട് എങ്കിൽ ഉദാഹരണം എഴുതാം. ബാഇന് ഫതഹു തൻവീൻ വരുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബാ എന്ന് എഴുതിയിട്ട് അവസാനിക്കുന്ന ഭാഗത്ത് ബായിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ഉദാഹരണം. അപ്പൊ അങ്ങനെ യാ വരെ എന്ത് ചെയ്യാ? എഴുതുക. ഓരോ അക്ഷരത്തിന് ഓരോ ഉദാഹരണം വെച്ച്. മനസ്സിലായില്ലേ? ഇല്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടി പറയും. അഥവാ ഇപ്പോ അവിടെ ഹായിലാണ് അവസാനിക്കുന്നത്. ഹായിനാണ് ഫതഹു തൻവീൻ അല്ലേ? ഇവിടെ നിസാൻ എന്ന് പറയുമ്പോൾ അവിടെ ഹംസ അലിഫിലാണ് ഫതഹു തൻവീൻ. അപ്പൊ ബായില് ഫതഹു തൻവീൻ വരുന്ന ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ജീമിന് ഫതഹു തൻവീൻ വരുന്ന ഉദാഹരണം അങ്ങനെ ഓരോന്നും കണ്ടെത്താനാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കിയാല് വൽ ജിബാല ഔതാദ അവിടെ ദാല് വന്നു അല്ലെ? ദാലില് ഫതഹു തൻവീൻ. ഇവിടെ അസ്വാജൻ അവിടെ നിർത്തുമ്പോൾ അസ്വാജ ജീമിന്റെ ഫതഹു തൻവീൻ. അങ്ങനെ ഓരോ അക്ഷരങ്ങളും സീനിന് ഫതഹു തൻവീൻ വരുന്ന ഒരു ഉദാഹരണം. അപ്പൊ അങ്ങനെ അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങളിൽ ഫതഹു തൻവീൻ വരുന്ന ഓരോ ഉദാഹരണം എഴുതിയാൽ മതി. മനസ്സിലായോ? ആയത്ത് മുഴുവനായി അവസാനത്തെ പദങ്ങൾ എഴുതിയല്ലോ. അവസാനത്തെ ഇപ്പൊ ചെറിയ ആയത്താണ്. ഇപ്പൊ ഇതിങ്ങനത്തെ ചെറിയ ആയത്താണെങ്കിൽ മുഴുവൻ എഴുതിയ പ്രശ്നമില്ല. ഇനി വലിയ ആയത്താണെങ്കിൽ അവസാനത്തെ 2 വാക്കുകൾ എന്തെങ്കിലും എഴുതിയാലേ അവസാനത്തെ 2 വാക്കുകൾ എഴുതിയാൽ മതി. ലിബാസ പറ. ഇത് മറ്റേ നീട്ടണോ അതോ മറ്റേ അങ്ങനെയാണോ ചോദിക്കുന്നത്? ഉദാഹരണം എഴുതാൻ പറയണത് നീട്ടണോ വേണ്ടെന്ന് അങ്ങനെ എഴുതണ്ട. ഇതും ഇങ്ങനെ മാത്രം ഇത് മാത്രം അല്ലയിലെ ലിബാസ അത് മാത്രം എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? അത് വർക്ക് ചെയ്യേണ്ടത് അതില് ഡെഫിനേഷൻ നമ്മൾ എഴുതണ്ട. നമ്മളെ ഉദാഹരണം മാത്രം എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി ഓരോ അക്ഷരങ്ങൾക്കും. ഇതിനെ കുറിച്ച് ലാസ്റ്റ് വരുന്ന അക്ഷരങ്ങൾ മാത്രം എഴുതിയാൽ മതി അല്ലെ? എങ്ങനെയാ വരുന്നുള്ള അതല്ലോ. അത്രേ ഉള്ളൂ. അങ്ങനെ എഴുതിയാൽ മതി. അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അതാണ് ഒന്നാമത്തെ വർക്ക്. രണ്ടാമത്തെ വർക്ക് താഉൽ മർബൂത്തയിൽ അവസാനിക്കുന്ന ഒരു 5 ഉദാഹരണം. താഉൽ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോഴുള്ള ഒരു 5 ഉദാഹരണം. അപ്പൊ ഇതില് സൂറത്തുൽ ഗാശിയയിൽ ഞാൻ പറഞ്ഞു അതല്ലാത്ത എഴുതണം. സൂറത്തുൽ ഗാശിയ എഴുതണ്ട. അതിനിപ്പോ ഇതിലിപ്പോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് എഴുതണ്ട. സൂറത്തുൽ ഗാശിയ ഇല്ലാത്ത വേറെ ഏതെങ്കിലും അതിൽ ആയത്തുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 5 ഉദാഹരണം എന്ത് ചെയ്യാം? എഴുതണം. താഉൽ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഉദാഹരണങ്ങൾ 5 എണ്ണം. 2 വർക്കായി. മൂന്നാമത്തെ വർക്ക് എന്താണ്? അത് തന്നെ ഫതഹു തൻവീൻ അല്ലാത്ത ബാക്കിയുള്ള ഹറക്കത്തിൽ വഖഫ് ചെയ്യുമ്പോഴുള്ള നിയമങ്ങൾ. അതൊരു 5 എണ്ണം. ഫതഹു തൻവീൻ അല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ ഇപ്പൊ കെസറിൽ അവസാനിക്കുന്ന ആയത്തുകൾ എഴുതാം, ഫതഹിൽ അവസാനിക്കുന്ന ആയത്തുകൾ എഴുതാം, ദമ്മിൽ അവസാനിക്കുന്ന ആയത്ത് എഴുതാം, ദമ്മു തൻവീനിൽ അവസാനിക്കുന്ന ആയത്ത് എഴുതാം, കെസറു തൻവീനിൽ അവസാനിക്കുന്ന ആയത്ത്. അതൊരു 5 എണ്ണം എഴുതിയാൽ മതി. ഏതായാലും 5 എണ്ണം എഴുതിയാൽ മതി. ഇപ്പോ ഫതഹു തൻവീൻ കെസറു തൻവീന്റെ 2 ഉദാഹരണവും ഒരു ദമ്മിന്റെ ഉദാഹരണവും 2 ലമ്മു തൻവീൻ ഉദാഹരണം എഴുതിയ പ്രശ്നമില്ല. മനസ്സിലാവും? ടോട്ടൽ 5 ഉദാഹരണങ്ങൾ എഴുതാം. എങ്ങനെയുള്ള? ഫതഹു തൻവീൻ അല്ലാത്ത ബാക്കിയുള്ള ഹറക്കത്തിൽ വഖഫ് ചെയ്യുമ്പോഴുള്ള. ഇപ്പൊ 3 വർക്കായി അല്ലേ? അതെ, 3 വർക്കായി. ഇത് മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞ വർക്ക് മനസ്സിലായില്ലേ? അഥവാ ഫതഹിൽ അവസാനിക്കുന്ന ആയത്ത്, കെസറിൽ അവസാനിക്കുന്ന ആയത്ത്, ദമ്മിൽ അവസാനിക്കുന്ന ആയത്ത് ഉദാഹരണം വേറെ എഴുതാൻ അല്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? വേറെ എഴുതിയാ മതി. ഓക്കെ, ഇനി ഉള്ളത് നാലാമത്തെ എക്സാമ്പിൾ എന്നുള്ളത് വർക്ക് എന്നുള്ളത് ഇത് അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് മദ് വരുന്ന ഉദാഹരണം. അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ദൈർഘ്യം വരിക. അതൊരു 5 എണ്ണം എഴുതിയാൽ മതി. അവസാനത്തെ അക്ഷരത്തിന് അഥവാ വഖഫ് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിന് മദ്ദിന്റെ അക്ഷരം വരിക. അത് മദ്ദിന്റെ അലിഫ് ആവാം, മദ്ദിന്റെ യാ വരാം, മദ്ദിന്റെ വാവ് വരാം. ഇപ്പൊ ഉദാഹരണം ബിആദ് എന്ന് നോക്കുമ്പോൾ അവസാനത്തെ അക്ഷരം ദാൽ, അതിനു മുമ്പ് എന്ത് വന്നു? അലിഫ് മദ് വന്നു അല്ലെ? മദ്ദിന്റെ അക്ഷരമേ അലിഫ് വന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഉദാഹരണം തന്നെ എഴുതാം. ഇനി അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് മദ്ദിന്റെ അക്ഷരമായി യാ വരുന്ന ഉദാഹരണം. അപ്പൊ അങ്ങനെ ടോട്ടൽ 5 ഉദാഹരണം അതിന് എഴുതിയാൽ മതി. അഥവാ അവസാനത്തെ അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരം എന്താ വരിക? മദ്ദിന്റെ അക്ഷരം വന്നാൽ. ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ്? അവസാനത്തെ അക്ഷരത്തിന് തൊട്ടു മുമ്പ് സുക്കൂനുള്ള വാവോ സുക്കൂനുള്ള യാവോ വരിക. അവസാനത്തെ അക്ഷരത്തിന് തൊട്ടു മുമ്പ് സുക്കൂനുള്ള വാവോ സുക്കൂനുള്ള യാവോ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം?
രണ്ട് 4 6 ഹർക്കത്ത് നീട്ടണം. അതിന്റെ ഒരു 5 ഉദാഹരണം കൂടി നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ടോട്ടലി 4 വർക്കുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 5 വെച്ച് ചെയ്തതെന്ന. ഒന്നാമത്തെ ഫതഹു തൻവീന്റെ മാത്രം ഓരോ അക്ഷരങ്ങളും അഥവാ താഉൽ മർബൂത്ത് ഒഴിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ഉദാഹരണം ഓരോ അക്ഷരത്തിനും ഓരോ ഉദാഹരണം വെച്ച് എഴുതാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം 5 ഉദാഹരണങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് അടുത്ത ക്ലാസ്സിന് മുമ്പ് എന്ത് ചെയ്യാം, നമ്മള് പരമാവധി ഓരോരുത്തരുടെ അയച്ചാൽ കറക്ഷൻ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ ഞാൻ ഇടാം. പിന്നെ PDF ഇടുന്നതിനേക്കാളും നല്ലത് ഫോട്ടോ ആയിട്ട് ഇട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. PDF ആകുമ്പോൾ നമുക്ക് കറക്ഷൻ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഫോട്ടോ ആയിട്ട് അഥവാ JPG ആയിട്ട് എന്ത് ഇതാക്കിയാൽ മതി, ഫോട്ടോ സെൻഡ് ചെയ്താൽ മതി സ്കാനർ വഴി ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ. ലീനിന്റെ ക്ലിയർ ആയില്ലേ? ആരും ചോദിച്ചിരുന്നു നേരത്തെ. ലീനിന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഒരേ സൂറത്തിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഒരേ സൂറത്തിൽ ഇടയിലുള്ള സൂറത്തിൽ ഈ ആയത്ത് വരും, ഇത്ര ആയത്ത് ഇടയിലുള്ള അഥവാ ആയത്തിന്റെ ഇടയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ വരുമ്പോ നമ്മള് മറ്റേ ആയത്തുകൾക്ക് എങ്ങനെ നമ്മള് ചോദിച്ചാല് ഈ ലീനിന്റെ ഇത് ആയത്തിന്റെ ഇടയിൽ വരുമ്പോ നമ്മൾ നിർത്തുകയാണെങ്കിൽ ഇതേ രൂപത്തിൽ നിർത്തണമെന്നല്ലേ ചോദിക്കുന്നത്? അങ്ങനെയല്ലേ? എങ്ങനെ ചോദിച്ചത് മനസ്സിലായിട്ടില്ല. ഹലോ ഞാൻ ചോദിച്ചതാണ്. ഇപ്പൊ ഇതിൽ നമ്മൾ 6 ഹർക്കത്ത് പിന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റായത്തുകളിൽ ലാസ്റ്റിൽ ഈ ലീനല്ലാത്ത അക്ഷരത്തിലാണ് നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ 6 ഹർക്കത്ത് സുക്കൂണുള്ള യാവും സുക്കൂണുള്ള വാവും ആണെങ്കിൽ 6 ഹർക്കത്ത് നീട്ടാം. അല്ലാത്ത കേസാണെങ്കിൽ അല്ലാത്ത നമ്മൾ പറഞ്ഞില്ലേ, അല്ലാത്ത ഒരു കേസ് നമ്മൾ പറഞ്ഞതാ. ഇവിടെ ഈ ഇത് നോക്കിയാണ്, ഈ ഒരു സ്ക്രീൻ നോക്കൂ. അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പ് ദീർഘം വന്നാല് അത് വേറെ സെപ്പറേറ്റ് ആയത്തല്ല. ഈ ഇത്ര ആയത്തിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ വെച്ചത് അവസാനത്തെ അക്ഷരം തൊട്ടുമ്പോ ദൈർഘ്യം വരിക എന്ന് പറയുമ്പോ എന്താക്കിയാണ് ഇവിടെ ദൈർഘ്യം വരുന്നുണ്ടല്ലോ. മറ്റേത് ലീനിന്റെ വേറൊരു നിയമമല്ലേ? ലീനിന് മാത്രം ഏത് ആയത്തിൽ വന്നാലും ആ നിയമം അവിടെ മാത്രം, ആ ആയത്തിന് മാത്രമേ ബാധകമുള്ളൂ അല്ലെ? അതെ അങ്ങനെയാണ്. ലീനിന്റെ ആവുമ്പോ അങ്ങനെ ആ ഒരു നിയമം മാത്രം. ലീനിന്റെ വേറെ നിയമമില്ലേക്കാ. ഞാൻ ചോദിച്ചത് ഖുർആൻ ഇപ്പൊ നമസ്കാരത്തിൽ ഓതുമ്പോൾ 2-3 ആയത്തുകളിന്റെ അടിയിൽ ലീനിന്റെ അക്ഷരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കും മറ്റുള്ളടത്ത് ഒരേ ഇത് വേണമെന്ന് എന്റെ ചോദ്യം ചോദിച്ചത്. ക്ലിയർ ആയില്ലേ അത്? വേറെ ആർക്കെങ്കിലും ഈ ലീനിന്റെ ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? ബാക്കി ആരെങ്കിലും മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലായിട്ടെങ്കിലും ക്ലിയർ ആക്കി തരാം. മനസ്സിലായിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാം. മനസ്സിലാവാത്ത വേറെ ഈ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതില് ഈ വരുന്നതിലോ 4 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 6 ഹർക്കത്ത് നീട്ടണം എന്നുള്ളത് തന്നെയല്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ അതുകൊണ്ട് ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ലീനാണ് വന്നത്, മറ്റേത് മദ്ദിന്റെ ദീർഘമാണ് വരുന്നത്. അത്രേ ഉള്ളൂ. രണ്ടിലും ഒരേ നിയമം തന്നെ. 2 നീട്ടാം, 4 നീട്ടാം. മനസ്സിലായി. അത് ഒരു സൂറത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഒരു റക്കാത്തിലാണെങ്കിലും ഒരേ നിയമം പാലിക്കണം എന്നുള്ളൂ. 2, 4, 6 അതല്ലേ പറഞ്ഞു? നമ്മളിപ്പോ ഒരു സൂറത്ത് ഓതുകയാണെങ്കിൽ നമുക്ക് ആ സൂറത്തിൽ നമ്മളിപ്പോ 4 ഹറക്കത്ത് വെച്ചാണ് നമ്മൾ ബാക്കിയുള്ള ആയത്തിലും അങ്ങ് എന്താക്കുക, യൂണിഫോമിറ്റി ചെയ്താൽ മതി. അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത്. അല്ല ഫസ്റ്റത്തെ ആയത്തിൽ ഇപ്പോ അവിടെ ഞാൻ 2 ഹറക്കത്ത് നീട്ടി ഉച്ചരിച്ചു. യതീമിൽ ഞാൻ 6 നീട്ടി. അവിടെ മിസ്കിൻ എന്ന ഭാഗത്ത് 4 നീട്ടി. അങ്ങനെ പറ്റൂല. നീട്ടുന്നതിന് ഒരേ രൂപത്തിൽ. ഇപ്പോ ബിദ്ദി 4 ആണെങ്കിൽ വയംനഉനൽ മാഉൻ വരെ എന്താക്കുക, 4 കേൾക്കുന്നില്ല? ഹലോ നമ്മള് നേരത്തെ പറഞ്ഞ മതി. ഒരേ രൂപത്തിൽ മദ്ദിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കാര്യങ്ങൾ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഈ ഗ്രൂപ്പിലിട്ട് കാര്യയുടെ ഖിറാഅത്ത് കേൾക്കാൻ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഓതുന്ന സൂറത്തിൽ എത്രയാണോ ഓരോ ആയത്ത് അവസാനിക്കുമ്പോൾ നീട്ടുന്നത്, അടുത്തുള്ള ആയത്തൊക്കെ ആ രൂപത്തിലായിരിക്കും. ആ ഒരു ദൈർഘ്യം കൊടുക്കും.
അതിനെ പറയുന്നത്, പക്ഷെ അതൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. അത് ഏറ്റവും നല്ലത് ഒരേ രൂപത്തിൽ പോലാണ് ഹൈർ, അങ്ങനെ ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? നമുക്ക് അവസാനിപ്പിക്കാം. 10 ഇൻഷാ അല്ലാഹ്. നമുക്ക് അവസാനിപ്പിക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക